السماوات والله على كل شيء قدير. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. صدق الله العظيم. സൂറത്ത് ആലു ഇമ്രാനിലെ 189 മുതൽ 194 വരെയുള്ള 6 ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയുടെ മകൻ പ്രസിദ്ധ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയും മൈമൂന റളിയല്ലാഹു അൻഹ, അവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ജീവിതകാലത്ത് അവസാനമായി വിവാഹം ചെയ്തത്. ഹിജ്റ 7-ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തത്. ഹിജ്റ 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുകയും ചെയ്തു. ഈ മൈമൂന റളിയല്ലാഹു അൻഹ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഥവാ നബിയുടെ എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സഹോദരിയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് നബിക്ക് മൈമൂന റളിയല്ലാഹു അൻഹയെ സ്വന്തം ഭാര്യ സഹോദരിയെ വിവാഹം ചെയ്ത് കൊടുത്തത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ എളാമയാണ് നബിയുടെ പത്നി മൈമൂന റളിയല്ലാഹു അൻഹ എന്ന് ചുരുക്കം. ഈ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പിതാവ് അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ വീട്ടിൽ ഒരു ദിവസം താമസിക്കാൻ പറഞ്ഞയച്ചു, മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. അത് നബിയുടെ തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ചും മറ്റും നബിയുടെ രാത്രി ജീവിതത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അത് പകർത്താനും വേണ്ടിയാണ് അങ്ങനെ മകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് അയച്ചത് എന്നും ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ ഉറങ്ങാൻ കിടന്നു. അർദ്ധരാത്രിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉറക്കച്ചടവൊക്കെ ഒന്ന് മാറാൻ ഉദ്ദേശിച്ചുകൊണ്ട് 2 കൈ കൊണ്ട് മുഖം ഒന്നിങ്ങനെ തടവി. അതിനുശേഷം നാം ഇവിടെ പാരായണം ചെയ്ത 190 മുതൽ 194 വരെയുള്ള 5 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്നു. തഹജ്ജുദിന് വേണ്ടി ഉണർന്നു കഴിഞ്ഞാൽ ഈ സൂറത്ത് ആല ഇമ്രാനിലെ അവസാനത്തെ ഒരു 5 ആയത്തുകൾ പാരായണം ചെയ്യുക എന്നത്. അപ്പോൾ ഇതൊരു സുന്നത്താകുന്നു.
തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നവർക്ക് ഇത് പകർത്താവുന്നതാണ്, ഇത് പിന്തുടരാവുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ പ്രത്യേകതകൾ ഉള്ള ആയത്തുകളിൽ പെട്ടതാണ് ഈ ആലു ഇമ്രാനിന്റെ അവസാനത്തെ 10 ആയത്തുകൾ. അതിലിപ്പോൾ ഈ തഹജ്ജുദ് എഴുന്നേൽക്കുമ്പോൾ പാരായണം ചെയ്യുമെന്ന് പറഞ്ഞത് 5 ആയത്താണ്, 190 മുതൽ 194 വരെ. എന്നാൽ ഈ അവസാനത്തെ 10 ആയത്ത് പ്രത്യേക ശ്രേഷ്ഠതകളുള്ള ആയത്തുകളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈലുല്ലി മൻ ഖറഅ ഹാദിഹിൽ ആയാത്ത് സുമ്മ ലം യതഫക്കറു ഫീഹാ, ഈ ആയത്തുകൾ പാരായണം ചെയ്യുകയും പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആയത്തുകളാകുന്നു ഇത് തന്നെ സൂറത്തുൽ ബഖറയിലെ 164 മുതലുള്ള ഏതാനും ആയത്തുകളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 2 ആയത്തുകളിലും വിവരിക്കുന്നത് ഒരേ കാര്യമാണ്, അഥവാ തൗഹീദാണ് മുഖ്യമായും അതിൽ പ്രതിപാദിക്കുന്നത്, തൗഹീദും ആഖിറത്തും. വിശുദ്ധ ഖുർആനിൽ നാം മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനിലെ വലിയ വലിയ സൂറത്തുകളിൽ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് വിവരിക്കും. സൂറത്തുൽ ബഖറ, ആലു ഇമ്രാൻ തുടങ്ങിയിട്ട് ഇങ്ങ് സൂറത്തുൽ കഹ്ഫ് വരെയുള്ള പകുതി വലിയ സൂറത്തുകളുള്ള ഭാഗം, അതിനുശേഷവും പല സൂറത്തുകളിലും പല പല വിഷയങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ച ശേഷം ആ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ വളരെ സുപ്രധാനമായ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, അത് പലതും ഉത്ബോധനങ്ങളായിരിക്കും, പലതും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റായിരിക്കും, ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കാറുള്ളത്. അതിന് ഖവാത്തിം എന്ന് പറയും, സമാപനം. ഖവാത്തിം സൂറത്തുൽ ബഖറ നമുക്കറിയാം, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി എന്ന് തുടങ്ങുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിലെ പ്രത്യേക ഫളീലത്തിലുള്ള സൂറത്തുകളിൽ പെട്ടതാണ്, ആയത്തുകളിൽ പെട്ടതാണ്. അപ്രകാരം തന്നെയാണ് സൂറത്ത് ആലു ഇമ്രാനിന്റെ ഈ അവസാനം ഖവാത്തിം ആലു ഇമ്രാൻ എന്ന് പറയും. ഇങ്ങനെ പല പല സൂറത്തുകളിലും നമുക്കിത് കാണാൻ സാധിക്കും. സൂറത്തുൽ കഹ്ഫിലുണ്ട്, സൂറത്തുൽ ഫുർഖാനിലുണ്ട്. അങ്ങനെയുള്ള ഖവാത്തിമുകളിൽ പെട്ടതാകുന്നു നാം ഇന്ന് വിവരിക്കാൻ പോകുന്ന ഈ ആയത്തുകൾ എന്നാണ് പറഞ്ഞു വന്നത്. വലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർദ്, ഈ ആകാശ ഭൂമികളിലുള്ളതെല്ലാം തന്നെ അള്ളാഹുവിനുള്ളതാകുന്നു, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതാകുന്നു. ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെതാകുന്നു എന്ന് ചുരുക്കം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു, സർവശക്തനാകുന്നു. ഇതൊരു പ്രസ്താവന പറഞ്ഞു വെക്കുകയാണ്. ഇനി തുടർന്നുള്ള ആയത്തുകൾ, ഏതാനും ആയത്തുകൾ അതിനുള്ള തെളിവ് നിരത്തുകയാണ്. അല്ലാഹു തആല ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥത ഏകനായ സർവശക്തനായ അള്ളാഹുവിനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അതിനുള്ള തെളിവാണ് നിരത്തുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും, ലആയാതിൽ ലിഉലിൽ അൽബാബ്, തീർച്ചയായും ചിന്തിക്കുന്നവർക്ക്, ബുദ്ധിമാന്മാർക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യം പറഞ്ഞ പ്രസ്താവനക്ക് ഉപോത്ബലകമായ തെളിവുകൾ ഈ ആകാശങ്ങളിലും ഭൂമിയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ഉണ്ട്. ഇതേ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ 164 മുതലുള്ള ആയത്തുകളിലും വിവരിക്കുന്നുണ്ട്. അവിടെ കുറച്ചും കൂടെ വിശദീകരണത്തോടു കൂടിയാണ് പറയുന്നത്. അവിടെ പറയുന്നത് ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പ്, രാപ്പകലുകൾ മാറി മാറി വരുന്നത്, അതുപോലെ തന്നെ ഉപരിഭാഗത്ത് നിന്ന് അല്ലാഹു തആല മഴ വർഷിപ്പിക്കുന്നത്, ആ മഴ വർഷിപ്പിക്കുക മുഖേന ഭൂമിയിൽ വിവിധ സസ്യലതാദികളെയും ജന്തുമൃഗാദികളെയും വ്യാപിപ്പിച്ചത്, അതുപോലെ തന്നെ ഈ മഴ വർഷിക്കാൻ ഉപോത്ബലകമായ രൂപത്തിൽ അല്ലാഹു തആല കാറ്റുകൾ നിയോഗിച്ചയച്ചത്,
ഈ കാറ്റുകൾ മേഘക്കൂട്ടങ്ങളെ കടലിൽ നിന്ന് കരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വ്യാപകമായി മഴ വർഷിപ്പിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതെല്ലാം തന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഏകനായ സർവശക്തനായ അള്ളാഹു ആകുന്നു എന്നതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാകുന്നു, തെളിവുകളാകുന്നു എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് തെളിവുകളാകുന്നത്? ചെറുതായിട്ട് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്ന്, ഈ ഭൂമിയിൽ നാം മനുഷ്യർ, ജന്തുമൃഗാദികൾ എല്ലാം ജീവിക്കുന്നു. ഇവിടെ മനുഷ്യർക്കായാലും മറ്റ് മൃഗാദികൾക്കായാലും ജീവിക്കണമെങ്കിൽ ജലം കൂടിയേ പറ്റൂ. വെള്ളമില്ലാതെ ഒരു ജീവികൾക്കും ജീവിക്കുക സാധ്യമല്ല. ഓക്കെ, ഇവിടെ അതിനുവേണ്ടി അല്ലാഹു തആല മഴ വർഷിപ്പിക്കുന്നു. ഈ മഴയാകട്ടെ ഒരുപാട് അള്ളാഹുവിൻ്റെ മറ്റ് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാകുന്നു. ഇപ്പൊ സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ, വേറെ വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിലും വിവരിച്ചതുപോലെ സൂര്യൻ ഈ ഭൂമിയിൽ മഴ വർഷിപ്പിക്കുന്നതിൽ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. സൂര്യതാപം ഏറ്റുകൊണ്ടാണ് കടലിൽ നിന്ന് വെള്ളം നീരാവിയായി മേലോട്ട് പൊങ്ങുന്നത്. നീരാവിയായി മേലോട്ട് പൊങ്ങിയത് കൊണ്ട് മാത്രം ഭൂമിയിൽ മഴ പെയ്യൂല. ആ നീരാവിയായി പൊങ്ങുന്നതിനെ മേഘങ്ങളാക്കി ആ മേഘക്കൂട്ടങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം. ഇത് കാറ്റ് ആണ് ഈ മേഘക്കൂട്ടങ്ങളെ രൂപീകരിക്കുന്നതും അവയെ ഈ കരയിലേക്ക് നയിച്ചു കൊണ്ട് വരികയും ചെയ്യുന്നത്. ഇങ്ങനെ ഈ മേഘക്കൂട്ടങ്ങൾ ഈ ഭൂമിയിലേക്ക്, കരയിലേക്ക് കൂട്ടം കൂട്ടമായി വന്നെത്തുകയും അത് ഘനീഭവിച്ചുകൊണ്ട് മഴയായി വർഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഭൂമിയിൽ മഴ പെയ്യുന്നതിൽ കടലിന് പങ്കുണ്ട്, കാറ്റിന് പങ്കുണ്ട്, സൂര്യന് പങ്കുണ്ട്. അതുപോലെ തന്നെ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ, ഈ മഴ വർഷിക്കുന്നതിന് മാത്രമല്ല, ഈ ഭൂമുഖത്ത് മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും ജീവിതത്തിനും അനിഷേധ്യമായ പങ്കുണ്ട്. പകൽ മാത്രമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. ഈ പകലെങ്ങാനും അസ്തമിക്കാത്ത രൂപത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ആരാണ് നിങ്ങൾക്ക് വിശ്രമിക്കാൻ രാത്രിയെ കൊണ്ടുവരിക? ഇനി മറിച്ച് രാത്രി പ്രഭാതമാകാതെ, സൂര്യൻ ഉദിക്കാതെ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? തണുത്ത് ഘനീഭവിച്ച് ഈ ഭൂമുഖത്ത് ജീവവാസയോഗ്യമല്ലാതായിത്തീരും. പകൽ നിലനിൽക്കുകയാണെങ്കിലോ ഇവിടെ അത്യുഷ്ണം കാരണം ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമി, ആകാശം, സൂര്യൻ, കടൽ, കാറ്റ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പരസ്പര പൂരകമായി വർത്തിക്കുമ്പോൾ മാത്രമേ ഭൂമുഖത്ത് ജീവവാസയോഗ്യമാകുകയുള്ളൂ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ച അതേ അള്ളാഹു തന്നെയാകുന്നു സൂര്യനെ സൃഷ്ടിച്ചത്. അതേ അള്ളാഹു ആകുന്നു ചന്ദ്രനെ സൃഷ്ടിച്ചത്. ചന്ദ്രനെ നാം ഇവിടെ പ്രതിപാദിച്ചിട്ടില്ലെങ്കിലും ഈ ഭൂലോകത്തുള്ള കാലാവസ്ഥയുമായി, ഇവിടുത്തെ ഋതുഭേദങ്ങളുമായി വലിയ അഭേദ്യമായ ബന്ധം ചന്ദ്രനുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ സൃഷ്ടികളും, ഓരോ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഗോളങ്ങളുമെല്ലാം പരസ്പര പൂരകമായി വർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഈ രൂപത്തിൽ നിലനിൽക്കുന്നത്, ഈ ഭൂമുഖത്ത് ജീവവാസ യോഗ്യമായി തീരുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാം പരസ്പര പൂരകമായി വർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് ഇവിടെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നത്. ഇനി മനുഷ്യൻ മാത്രം ജീവിച്ചത് കൊണ്ടായില്ല. മനുഷ്യന് ആഹാര പദാർത്ഥങ്ങൾ വേണം, മനുഷ്യന് ധാന്യം വേണം, പഴങ്ങൾ വേണം, പച്ചക്കറികൾ വേണം, മാംസം വേണം. ഇതിനു വേണ്ടി അല്ലാഹു തആല വല്ലദീ അഖ്റജൽ മർഅ സൂറത്തുൽ അഅ്ലായിൽ പറയുന്നു, സസ്യലതാദികൾ അല്ലാഹു തആല മുളപ്പിച്ചു. ഈ സസ്യലതാദികൾ പുല്ലും മറ്റും തിന്നുകൊണ്ട് ഇവിടെ നാൽക്കാലികൾ ജീവിക്കുന്നു.
ഈ നാൽക്കാലുകളിലൂടെ മനുഷ്യന് മാംസം ഭുജിക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ ഈ മൃഗങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഇവിടെ സസ്യലതാദികൾ മുളപ്പിക്കുന്നത് അള്ളാഹുവാണ്. അതിനെല്ലാം ഉപയുക്തമായ രൂപത്തിൽ മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹുവാണ്. ഇങ്ങനെ ഇവയെ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഏകനായ സർവശക്തനായ അള്ളാഹുവാകുന്നു എന്നതിന് ഈ പ്രപഞ്ചം തന്നെയാണ് സാക്ഷി. ഈ പ്രപഞ്ചം തന്നെയാകുന്നു തെളിവ്. ഇനി ഒന്നും കൂടെ കടന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമുഖത്തുള്ള മനുഷ്യരല്ലാത്ത മറ്റ് ജന്തുമൃഗാദികളെയും ജീവജാലങ്ങളെയും സസ്യലതാദികളെയും എല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കുക. മനുഷ്യൻ ഈ ഭൂമുഖത്ത് ഇല്ല എന്ന് സങ്കല്പിക്കുക. ഇപ്പൊ 800 കോടിയോളം മനുഷ്യർ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നുണ്ട്. ഈ 800 കോടി മനുഷ്യരും ഈ ഭൂമുഖത്ത് നിന്ന് ഒരു സുപ്രഭാതത്തിൽ തിരോധാനം ചെയ്യുന്നു. ഇവിടെ മനുഷ്യനേ ഇല്ല എന്ന് സങ്കല്പിക്കുക. ഈ ഭൂമുഖത്തുള്ള സസ്യലതാദികൾക്കോ ജന്തുമൃഗാദികൾക്കോ മറ്റ് ഏത് ജീവിവർഗങ്ങൾക്കോ യാതൊന്നും നഷ്ടപ്പെടാനില്ല. അവ അതുപോലെ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കും. മനുഷ്യൻ ഇവിടുത്തെ നവാഗതനാണ്, അവസാനമാണ് മനുഷ്യൻ വന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മലക്കുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യം സൂറത്തുൽ ബഖറയിലില്ലേ, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. അല്ലയോ മലക്കുകളെ, ഈ ഭൂമിയിൽ നാം ഇതാ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു. ഒരു പുതിയ സൃഷ്ടിവർഗത്തെ നാം അവിടെ അയക്കാൻ പോകുന്നു. അന്നിവിടെ ഭൂമി എല്ലാം പരിപൂർണമായി എന്തൊക്കെ ഇവിടെ ഉണ്ടോ എല്ലാം ഉണ്ട്. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വാ ബീവിയെയും ഭൂമുഖത്തേക്ക് പറഞ്ഞയക്കുന്ന കാര്യം അല്ലാഹു തആല ഞാൻ ഈ പറഞ്ഞ ആയത്തിന് ശേഷം അവസാനത്തിൽ പറയുന്നുണ്ട്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി എന്ന് പറഞ്ഞ ആയത്തിന്റെ ആ പേജിന്റെ അവസാനത്തിൽ തന്നെ ആ കാര്യം പറയുന്നുണ്ട്. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ. നിങ്ങൾ എല്ലാവരും ഭൂമുഖത്തേക്ക് പോകുക. അവിടെ നിങ്ങൾക്ക് ഒരു നിശ്ചിത കാലം ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ മനുഷ്യൻ വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഉണ്ട്. മനുഷ്യൻ ഇവിടെ നിന്ന് പോയാലും അവക്കൊന്നും ഒരു പോറലും ഏൽക്കൂല. കാരണം അവയൊന്നും മനുഷ്യനെ ആശ്രയിച്ചല്ല ജീവിക്കുന്നത്. എന്നാൽ ഇവയൊന്നും ഇവിടെ ഇല്ല എന്ന് സങ്കല്പിക്കുക. ഇവിടെ നാൽക്കാലികളില്ല, ഇവിടെ സസ്യലതാദികളില്ല, ഇവിടെ ധാന്യങ്ങളില്ല, പഴങ്ങളില്ല, പച്ചക്കറികളില്ല. മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. കാരണം മനുഷ്യൻ ഇവയെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഇപ്പൊ മൃഗങ്ങളൊക്കെ എടുക്കാം. ചിലർ സസ്യഭുക്കുകളാണ്, സസ്യങ്ങൾ മാത്രമേ കഴിക്കൂ. ചില മൃഗങ്ങൾ മാംസഭുക്കുകളാണ്, മാംസം മാത്രമേ കഴിക്കൂ. എന്നാൽ മനുഷ്യൻ സസ്യഭുക്കാണ്, അതോടൊപ്പം മാംസഭുക്കാണ്. പല ജീവികളും കരയിലാണ് ജീവിക്കുന്നത്, പല ജീവികളും കടലിലാണ് ജീവിക്കുന്നത്. പക്ഷിപ്പറവകൾ അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്നു. എന്നാൽ മനുഷ്യൻ കരയിൽ ജന്തുമൃഗാദികളെ പോലെ കരയിൽ ജീവിക്കുന്നു, ഓടുന്നു, നടക്കുന്നു. അതുപോലെ തന്നെ മത്സ്യങ്ങളെപ്പോലെ കടലിൽ ഊളിയിടുന്നു. സമുദ്രത്തിന്റെ ഉപരിതലത്തിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്നു. പറവകളെപ്പോലെ അന്തരീക്ഷത്തിൽ മനുഷ്യൻ പാറിപ്പറക്കുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഇവയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച് ഒരുക്കിയിട്ടുള്ളതാകുന്നു. മനുഷ്യന് വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളതാകുന്നു. ഈ സംഗതികൾക്ക് ഈ അല്ലാഹുവാണ് സർവശക്തനായ ഏകനായ അല്ലാഹുവാകുന്നു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്നതിന് ഇവയെല്ലാം തെളിവാകുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ലൗ കാന ഫീഹിമാ ആലിഹതൻ ഇല്ലല്ലാഹ്. ഈ പ്രപഞ്ചത്തിലെങ്ങാനും അള്ളാഹുവിനെ കൂടാതെ മറ്റ് ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, കുറെ ദൈവങ്ങളുടെ സംയുക്തമായ ഒരു സൃഷ്ടിയാണ് ഈ പ്രപഞ്ചമെങ്കിൽ, ലഫസദതാ, ഈ പ്രപഞ്ചം നശിച്ച് നാമാവശേഷ ആയി കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. ഈ ദൈവങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വതന്ത്രമായി ഭരിക്കുകയാണെങ്കിൽ, സ്വതന്ത്രമായി സൃഷ്ടി പ്രക്രിയ നടത്തുകയാണെങ്കിൽ ഒരിക്കലും ഈ പ്രപഞ്ചം അന്യൂനമായി നിലനിൽക്കുകയില്ല. ഓരോ ഗോളങ്ങൾക്കും അല്ലാഹു തആല സൃഷ്ടിച്ചുകൊണ്ട് പ്രത്യേകമായ ഭ്രമണപഥങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. ആ ഭ്രമണപഥങ്ങളിൽ നിന്ന്
കടുകിട തെറ്റാതെ ഗോളങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സഞ്ചരിക്കുന്നു. ഒരാറ്റം മുതൽ ഭീമാകാരങ്ങളായ നക്ഷത്ര സമൂഹങ്ങൾ വരെ, ഗാലക്സികൾ വരെ ഈ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് കടുകിട തെറ്റാതെ നിലകൊള്ളുന്നു എന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചം അന്യൂനമായി നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഒരു ഏറ്റവും ചെറിയ കണിക മുതൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്ര സമൂഹങ്ങൾ വരെ, ഇവിടെയുള്ള എല്ലാ സൃഷ്ടികളും ഈ പ്രപഞ്ചത്തിന് ഏകനായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേയുള്ളൂ. ആ അല്ലാഹു വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഏകനായ അല്ലാഹു ആകുന്നു. അള്ളാഹുവിന്റെ മാത്രം ഉടമസ്ഥതയിലാണ് പ്രപഞ്ചം. അവൻ സർവശക്തനാണ് എന്നതിന് ഈ പ്രപഞ്ചം തന്നെ സാക്ഷിയാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിവരിക്കുന്നത്. ഇനി ഇതിലൊക്കെ ബുദ്ധിമാന്മാർക്ക്, ചിന്തിക്കുന്നവർക്ക് തെളിവുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, പാഠമുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ശരി, എന്തിലേക്കാണ് പാഠം? ആർക്കാണ് പാഠം? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ, നിന്നുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നവർക്ക്. ആർക്കാണ് പാഠം? ആർക്കാണ് ഗുണപാഠം? ആർക്കാണ് ഫലം ചെയ്യുക? ആരാണ് ബുദ്ധിമാന്മാർ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ, നിന്നുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നവർ. വഖുഊദൻ, ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നവർ. വഅലാ ജുനൂബിഹിം, തങ്ങളുടെ പാർശ്വങ്ങളിലായി കിടന്നുകൊണ്ടും അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവിനെ ഓർക്കുന്നവർ, ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നവർ, അവർക്കാണ് ഇതെല്ലാം ഗുണപാഠമായി തീരുക, തെളിവുകളായി തീരുക. എന്ന് മാത്രമല്ല, വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർ. ഇവിടെ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ സ്മരിക്കുക എന്നതിന് ചില മുഫസ്സിരീങ്ങൾ നമസ്കാരം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അതായത് നിന്നുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. നമസ്കാരത്തെക്കുറിച്ച് ദിക്ർ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വലദിക്റുല്ലാഹി അക്ബർ. വെള്ളിയാഴ്ച ഖതീബ് ഖുത്ബ നിർവഹിച്ചു കഴിഞ്ഞാൽ ഖുത്ബ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്ന സംഗതി, അഖിമിസ്സലാഹ്, നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുവീൻ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം മ്ലേച്ഛ കർമ്മങ്ങളിൽ നിന്നും നിഷിദ്ധ വൃത്തികളിൽ നിന്നും മനുഷ്യനെ തടയുന്നതാണ്. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാകുന്നു, അള്ളാഹുവിനെ ഓർക്കലാകുന്നു ഏറ്റവും വലിയ കാര്യം. അതിനേക്കാൾ വലിയൊരു കാര്യം ഇല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇവിടെ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാകുന്നു, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയാകുന്നു അക്ബർ, ഏറ്റവും വലിയ കാര്യം. നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ നമസ്കാരത്തെയാണ് ഇവിടെ ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നമസ്കാരം നിന്നുകൊണ്ട് നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇരുന്നു കൊണ്ടും സാധിക്കുന്നില്ലെങ്കിൽ കിടന്നുകൊണ്ട് നിർവഹിക്കുന്നതിനെ കുറിച്ച് ഈ ആയത്തിൽ സൂചനയുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. എന്നാൽ അത് മാത്രമല്ല, മനുഷ്യൻ നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സ്മരിച്ചുകൊണ്ടേയിരിക്കണം, ഓർത്തുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിനെ ഓർക്കാതെ ഒരു നിമിഷം പോലും മനുഷ്യന് കടന്നു പോകാൻ പാടുള്ളതല്ല. നമുക്കറിയാം, നമ്മളൊക്കെ ടോയ്ലറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുമ്പോ ചൊല്ലുന്ന ഒരു ദിക്റുണ്ട്. അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഗുഫ്രാനക് ഗുഫ്രാനക അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. ആ ദിക്റിൽ ആദ്യം പറയുന്ന ഗുഫ്രാനക്, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, നിന്നോട് മാപ്പപേക്ഷിക്കുന്നു. എന്താണ് ഈ ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുമ്പോ ആദ്യമായ ഗുഫ്രാനക് എന്ന് പറയുന്നത്? പണ്ഡിതന്മാർ വിവരിക്കുന്നു ഷർഹിൽ, അതായത് മനുഷ്യനെല്ലായ്പ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. എന്നാൽ ടോയ്ലറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ദിക്റുകൾ ചൊല്ലാൻ പാടില്ല. ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലാനുള്ളത് ചൊല്ലാം,
പുറത്തേക്ക് വരുമ്പോൾ ചൊല്ലാനുള്ളത് ചൊല്ലാം. അതല്ലാതെ ടോയ്ലറ്റിൽ ഇരുന്നു കൊണ്ട് ദിക്ർ ചെയ്യാൻ പാടില്ല, ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല, ദുആ ചെയ്യാൻ പാടില്ല, ദിക്റുകൾ ചൊല്ലാൻ പാടില്ല, ഒന്നും പാടില്ല. അപ്പോൾ നാം ടോയ്ലറ്റിൽ ചെലവഴിക്കുന്ന ഈ സമയം ദിക്ർ ചെയ്യാതെയാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല കനിഞ്ഞേകിയ മഹത്തായ ഈ ജീവിതത്തിൽ ഒരല്പസമയം ദിക്ർ ചെയ്യാൻ സാധിച്ചില്ല. അതിന്റെ പേരിലാണ് ഇവിടെ അവിടെ നിന്ന് പുറത്തു കിടക്കുമ്പോൾ ഗുഫ്രാനക്, അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, എനിക്ക് അല്പസമയം ദിക്ർ ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നതിന്റെ മാപ്പപേക്ഷയാകുന്നു എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നു. അപ്പോൾ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടുമൊക്കെ അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവർ. സ്മരിക്കും. ഈ പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം അനുനിമിഷം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന നാം അതിനെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ മറക്കാൻ സാധിക്കുകയില്ല. നാം അങ്ങേയറ്റം സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ, എപ്പോഴും നാം അവരെ കുറിച്ച് ഓർക്കും. നമ്മുടെ മാതാപിതാക്കന്മാർ, മരിച്ചുപോയവർ, നാം അവരെ കുറിച്ച് ഓർക്കും. കാരണം നമുക്ക് അവരോടുള്ള അറ്റാച്ച്മെന്റ് ആണ് അറ്റാച്ച്മെന്റ്. എന്നാൽ ഈ മാതാപിതാക്കളെയും ഈ വാത്സല്യനിധികളായ മക്കളെയുമെല്ലാം നമുക്ക് നൽകിയ ഈ അനുനിമിഷം എണ്ണിയാലൊടുങ്ങാത്ത അള്ളാഹുവിന്റെ നിയമത്തുകൾ നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. അത്രയും അനുഗ്രഹ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ നാം ഓർക്കും. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികളായ ആളുകൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക അള്ളാഹുവിനെയാണ്. അങ്ങനെ നാം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടെങ്കിൽ അള്ളാഹുവിനെ നാം എപ്പോഴും ഓർക്കുക തന്നെ ചെയ്യും. ഓർക്കേണ്ടതുണ്ട്, ഓർത്തേ തീരൂ. ഇനിയോ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ബുദ്ധിമാന്മാരാണെന്ന് അവിടെ പറയുന്നത്. പലവട്ടം നമ്മൾ പറഞ്ഞ പോലെ നമ്മോട് ആരാ ബുദ്ധിമാന്മാർ എന്ന് ചോദിച്ചാൽ സയന്റിസ്റ്റുകൾ എന്ന് പറയും, ശാസ്ത്രജ്ഞന്മാർ. സ്വന്തം ഭാവിയെ കുറിച്ച് ബോധമില്ലാത്ത, സ്വന്തം ഭാവി എഴുതി തള്ളി ശിക്ഷക്ക് പാത്രമാകുന്നവരല്ല ബുദ്ധിമാന്മാർ. സ്വന്തം ജീവിത ലക്ഷ്യം മനസ്സിലാക്കിയവർ, ഈ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ദൗത്യം എന്താണ് എന്ന് കണ്ടെത്തി അത് ഫോളോ ചെയ്യുന്നവർ, അവസാനമായി സ്വന്തം അനശ്വരമായ ഭാവി വിജയിപ്പിച്ചവർ, അവരാണ് ബുദ്ധിമാന്മാർ. അവരെന്താണ് ചെയ്യേണ്ടത്? വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവർ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് അവരെത്തിച്ചേരുന്ന റിസൾട്ട് എന്ത്? അതാണ് വിഷയം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ അവർ എത്തിച്ചേരുന്നത് എവിടെ? റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ, നാഥ ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല, ഇതൊന്നും വൃഥാ വ്യായാമമല്ല. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, നാം ഈ പ്രപഞ്ചത്തെ കളി വിനോദമായി സൃഷ്ടിച്ചിട്ടുള്ളതല്ല, വളരെ വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയാണ് അല്ലാഹു തആല സൃഷ്ടി നടത്തിയിട്ടുള്ളത്. നാം നേരത്തെ പറഞ്ഞത് വീണ്ടും ചിന്തിച്ചു നോക്കുക. ഇവിടെ മനുഷ്യന് ജീവിക്കാൻ വേണ്ടി, ഈ ഭൂമുഖത്തുള്ള എല്ലാം മനുഷ്യന് സേവനം ചെയ്യാൻ, അവൻ സവാരിക്ക് വേണ്ടി അള്ളാഹുവിന്റെ സൃഷ്ടികളായ മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു, മാംസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഖുർആൻ അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിത്യോപയോഗ വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ മൃഗങ്ങളെ അവൻ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാം അവൻ ഉപയോഗപ്പെടുത്തുന്നു. അഥവാ ഈ ഭൂമിയിലുള്ള സർവസ്വം അല്ലാഹു തആല മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്നല്ല, ഖുർആനിൽ ഉപരിലോകവും ആകാശവും കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന് അന്തരീക്ഷത്തിൽ ആകാശയാനങ്ങളിലൂടെ പാറിപ്പറക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ ചന്ദ്രനിൽ ചെന്നെത്തിയത്. അതുകൊണ്ടാണ് അവൻ ചൊവ്വയിൽ പോകുന്നത്.
അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്യാൻ മനുഷ്യന് സാധിക്കുന്നത്. ഈ ഭൂമിയും ആകാശവും ഒക്കെ അല്ലാഹു തആല അവന് കീഴ്പ്പെടുത്തി കൊടുത്തു. എല്ലാം അവന്റെ സേവനത്തിനു വേണ്ടിയുള്ളതാണ്. ഒന്നും മനുഷ്യനെ ഉപയോഗപ്പെടുത്തുന്നില്ല, മനുഷ്യൻ എല്ലാറ്റിനെയും ഉപയോഗപ്പെടുത്തുന്നു. ശരി, അങ്ങനെ വിവേകവും വിശേഷബുദ്ധിയും നൽകപ്പെട്ട മനുഷ്യൻ, അത് നൽകപ്പെടാത്ത ജന്തുമൃഗാദികൾ, മറ്റ് അചേതനമായ വസ്തുക്കൾ, അവയെപ്പോലെ ആയിക്കൂടാ മനുഷ്യന്റെ ജീവിതം, ആകുകയുമില്ല. അതാണിവിടെ ഈ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഈ ഭൂമിയും ആകാശവും ഒക്കെ മനുഷ്യന് വിധേയപ്പെടുത്തി കൊടുത്ത, മനുഷ്യന് വിധേയമായി അതിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ചിന്തിക്കുമ്പോൾ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, നാഥ ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചിട്ടുള്ളതല്ല, തീർച്ചയായും വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാകുന്നു ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്. അഥവാ ഈ മനുഷ്യൻ അവന്റെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടതുണ്ട്. ഈ ഒരു നതീജയിൽ, ഈ ഒരു റിസൾട്ടിലാണ് ബുദ്ധിയുള്ളവൻ എത്തിച്ചേരുക. അതല്ലെങ്കിൽ ചിന്തിച്ചു നോക്കൂ, ഇവിടുത്തെ നാൽക്കാലികൾ അവ തിന്നുന്നു, കുടിക്കുന്നു, ഇണചേരുന്നു, അങ്ങനെ ലോകത്തോട് വിട പറയുന്നു. അവക്ക് വിശേഷ ബുദ്ധിയില്ല, വിവേകമില്ല. എന്നാൽ മനുഷ്യൻ, അവൻ ഇവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുനിമിഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു തആല വർഷിപ്പിച്ച വെള്ളം, അള്ളാഹു തആല ഉൽപ്പാദിപ്പിച്ച സസ്യലതാദികൾ, പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ജന്തുമൃഗാദികളിലൂടെയുള്ള മാംസം, മറ്റെല്ലാ പ്രയോജനങ്ങളും ഈ പ്രപഞ്ചം മുഴുവൻ അവൻ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ മുൻപിൽ രണ്ട് മാർഗങ്ങളുണ്ട്, രണ്ട് മാർഗങ്ങൾ. ഇന്നാ ഹദൈനാഹു സബീല, രണ്ട് മാർഗം അവന് കാണിച്ചു കൊടുത്തു. ഒന്ന്, ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മാർഗം. വൈമ്മാ കഫൂറ, മറ്റൊന്ന് നന്ദികേട് കാണിച്ചുകൊണ്ട്, ധിക്കാരിയായി അള്ളാഹുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, വില വെക്കാതെ അഗണ്യ കോടിയിൽ തള്ളിക്കൊണ്ടുള്ള ഒരു ജീവിതം. രണ്ട് മാർഗം, രണ്ടും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ, മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ ചൊവ്വാക്കി, അവന് ആത്മാവ് നൽകി, വിശേഷ ബുദ്ധി നൽകി. എന്നിട്ടോ ഫഅൽഹമഹാ ഫുജൂറഹാ, തെമ്മാടിത്തത്തിന്റെ, തോന്നിവാസത്തിന്റെ, അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടുള്ള മാർഗം അവന് കാണിച്ചു കൊടുത്തു. ഇത് ധിക്കാരത്തിന്റെ മാർഗമാണ്, ഇത് കുറ്റകൃത്യത്തിന്റെ മാർഗമാണ്, ഇത് ദുർമാർഗമാകാം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ഇത് നേരായ മാർഗമാണ്, സിറാത്തുൽ മുസ്തഖീമാണ്. അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അവന് ശുക്ർ ചെയ്തുകൊണ്ടുള്ള മാർഗം. രണ്ട് മാർഗം അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഇത് രണ്ടും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഒന്നുകിൽ നന്മയായിരിക്കും, അല്ലെങ്കിൽ തിന്മയായിരിക്കും. ഏതൊരു വാക്കും ഒന്നുകിൽ ഗുണകരമായിരിക്കും, അല്ലെങ്കിൽ ദോഷകരമായിരിക്കും. നാം ചിന്തിക്കുന്ന ഏതൊരു സംഗതിയും ഒന്നുകിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ചീത്തയായിരിക്കും. ഒന്ന് ക്രിയാത്മകമായിരിക്കും, ഒന്ന് സംഹാരാത്മകമായിരിക്കും. ഒന്ന് നിർമ്മാണാത്മകമാണെങ്കിൽ മറ്റൊന്ന് സംഹാരാത്മകമായിരിക്കും. ഈ സ്വഭാവത്തിലാണ് മനുഷ്യന്റെ മുമ്പിലുള്ള വാക്കും പ്രവൃത്തിയും സ്വഭാവവും സംസ്കാരവും ജീവിതമാർഗവും ഒക്കെ. ഇന്നത് ശരിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിശേഷ ബുദ്ധി അവന് നൽകിയിട്ടുണ്ട്. അത് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അത് എന്നെന്നും റഫർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേദഗ്രന്ഥങ്ങൾ അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം മനുഷ്യന്റെ മുൻപിൽ ഉള്ളതാണ്. ഇതൊക്കെ ഉണ്ടായിരിക്കെ, ഇതെല്ലാം ഉണ്ടായിരിക്കെ, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക്, നാഥ നീ ഒരിക്കലും ഇത് വിധാ സൃഷ്ടിച്ചതല്ല. ഇങ്ങനെയൊക്കെയുള്ള മറ്റ് സൃഷ്ടികൾക്കില്ലാത്ത യോഗ്യതകൾ നൽകിക്കൊണ്ട് നീ മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ മനുഷ്യൻ അവന്റെ കർമ്മങ്ങൾക്ക് മറുപടി പറയാൻ, അവന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ മുന്നോട്ട് പോകുക സാധ്യമല്ല. സുബ്ഹാനക്,
നീ പരമപരിശുദ്ധനാകുന്നു. ഒരിക്കലും അങ്ങനെയുള്ള ഒരു പോയത്തം നിന്നിൽ നിന്നുണ്ടാകുകയില്ല. ഈ ലോകത്ത് തോന്നിവാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ഇവിടെ സംഹാരാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിഷ്കരുണം വധിച്ചു കൊണ്ടിരിക്കുന്നവർ, വികലാംഗരാക്കിക്കൊണ്ടിരിക്കുന്നവർ, ജനങ്ങൾക്ക് ഉപയോഗപ്പെടേണ്ട കോടാനുകോടി വസ്തുക്കൾ, ഭക്ഷ്യപദാർത്ഥങ്ങൾ, കിടപ്പാടങ്ങൾ എല്ലാം നശിച്ച്, അത് നശിപ്പിച്ച് പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ അവരുടെ കർമ്മങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥരല്ലാത്ത, അവരുടെ ക്രൂരകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെടാത്ത ഒരവസ്ഥ ഒരിക്കലും സുബ്ഹാനക് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, ഒരിക്കലും നീ ഇത് വൃഥാ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ പരമപരിശുദ്ധനാകുന്നു. തീർച്ചയായും ഈ തെമ്മാടികൾക്ക് ആ തെമ്മാടിത്തത്തിന്റെ ശിക്ഷ ലഭിക്കുന്ന ഒരു ദിനം വരാനിരിക്കുന്നു. ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് ഞങ്ങളെ നീ നിന്റെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകണമേ. അപ്പോൾ ബുദ്ധിമാന്മാരെന്നാൽ ഈ അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ നിന്ന്, അവന്റെ സൃഷ്ടികളിൽ നിന്ന്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ നിന്ന് എത്തിച്ചേരേണ്ട നതീജ, റിസൾട്ട്, ഈ ജീവിതം വൃഥാവിലല്ല. ഇതൊരു അരാജക വേദിയല്ല. ഇതിവിടെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത വിധം കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ തുറന്നു വിടപ്പെട്ട ഒരു മൈതാനവുമല്ല. തീർച്ചയായും കണക്ക് ബോധിപ്പിക്കുന്ന, രക്ഷാശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ട ഒരു ദിനം മനുഷ്യന്റെ മുൻപിൽ വരാനിരിക്കുന്നു. ഇത് മനസ്സിലാക്കുന്നവനാണ് ബുദ്ധിമാന്മാർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തീർത്തും തീർത്തും പേർത്തും പേർത്തും ആവർത്തിച്ച് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധമായ ഹദീസുകളിലൂടെയും അക്കാര്യം തന്നെയാണ് പറഞ്ഞത്. ആരാണ് ബുദ്ധിമാൻ എന്നാൽ സ്വന്തം ജീവിതം ഭാവിക്ക് വേണ്ടി സമർപ്പിച്ചവനാണ്. അങ്ങനെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ്, പ്രവർത്തിക്കുന്നവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കാത്തവർ, അത് കണ്ടെത്താത്തവർ എത്ര വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും അവൻ പരമവിഡ്ഢിയാണ് എന്നാണ് വിശുദ്ധ ഖുർആനും ഹദീസും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ ചിന്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ ഒരുപാട് താബീഈങ്ങളായ മഹാന്മാരുടെ ഉദ്ധരണികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെല്ലാം ഇവിടെ ഉദ്ധരിക്കുക സാധ്യമല്ല. ഏതാനും സംഗതികൾ മാത്രമേ ഇവിടെ പറയാണ്. പ്രസിദ്ധ താബീഈ പണ്ഡിതനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തഫക്കുർ സാഅ, ഒരു മണിക്കൂർ ചിന്തിക്കുക എന്നാൽ എന്ത് ചിന്തിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടികർമ്മങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടികർമ്മങ്ങളിലുള്ള രഹസ്യങ്ങളെ കുറിച്ച്, അള്ളാഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നത്. ഒരു മണിക്കൂർ ചിന്തിക്കുക എന്നാൽ ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ, ഒരാൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാകുന്നു. ഇനി ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഫിക്റതു മിർആത്ത്, ചിന്ത എന്നാൽ, പര്യാലോചന എന്നാൽ ഒരു കണ്ണാടിയാകുന്നു. നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ള ഒരു കണ്ണാടി. തുരീക ഹസനാതുക വസയ്യിആതുക, എന്താണ് ആ കണ്ണാടി നിർവഹിക്കുന്ന ദൗത്യം? നിന്റെ നന്മകളും നിന്റെ തിന്മകളും, നിന്റെ ഹസനാത്തും സയ്യിആത്തും ആ കണ്ണാടി നിനക്ക് കാണിച്ചു തരും. കാരണം നാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ഈ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ചിട്ട് അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്തിട്ടുണ്ടോ?
ഈ ശുക്രിനാണ് ഹസനാത്ത് എന്ന് പറയുന്നത്, അതിനാണ് അമലുൻ സ്വാലിഹാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നീ ചിന്തിക്കുമ്പോൾ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നീ ചിന്തിക്കുമ്പോൾ, അത് നിന്റെ മുൻപിലുള്ള ഒരു കണ്ണാടിയായിരിക്കും. ആ കണ്ണാടിയിൽ നിന്റെ ഹസനത്ത്, നിന്റെ സയ്യത്ത് നിനക്ക് കാണാൻ സാധിക്കും. ഇനി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെടുന്നു, തൂബാ ലിമൻ കാന ഖീലുഹു തദക്കുറാ. തന്റെ വാക്കുകൾ, തന്റെ സംസാരങ്ങൾ ഉത്ബോധനമായിട്ടുള്ളത് ആരുടേതാണോ അവർക്ക് മംഗളം. അവർ സംസാരിക്കുന്നത് എന്തായിരിക്കും? ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, അത് തദക്കുറ, മറ്റുള്ളവർക്ക് ഉപദേശമായിരിക്കും, ഉത്ബോധനമായിരിക്കും, പഠിക്കാനുള്ളതായിരിക്കും, തൻ്റെ ജീവിതത്തിന് വെളിച്ചം പകരുന്നതായിരിക്കും അവരുടെ വാക്കുകൾ. വസിഫത്തുഹു തഫക്കുറ, അവന്റെ ഗുണവിശേഷം എന്തായിരിക്കുമെന്നാൽ ചിന്തയായിരിക്കും. എപ്പോഴും ചിന്ത നിമഗ്നനായിരിക്കും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച്, അള്ളാഹു തആല നമുക്ക് ചെയ്തു തന്ന അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യത്തെക്കുറിച്ച് അതായിരിക്കും അവന്റെ ചിന്ത. വനദ്റുഹു ഇബറ, ഇനി അവന്റെ നോട്ടമുണ്ടല്ലോ, കേവലമായ നോട്ടം, അതുപോലും ഒരു ഗുണപാഠദായകമായിരിക്കും. ഇങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ, അപ്പോഴാണ് നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടുമൊക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്നവർ എന്ന് അള്ളാഹു താല വിശേഷിപ്പിച്ച ആ അവസ്ഥയിൽ നാം എത്തിപ്പെടുക. ഇനി അഞ്ചാം ഖലീഫ എന്ന പേരിൽ വിശ്രുതനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉദ്ധരണി. അദ്ദേഹം പറഞ്ഞു, അൽ കലാമു ബിദിക്രില്ലാഹി അസ്സ വജൽ ഹസൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്ർ, സ്മരണ, സംസാരം, അത് ഹസൻ, അത് നന്മയാണ്. ഇനി വൽഫിക്റതു ഫീ നിഅമില്ലാഹി അഫ്ളലുൽ ഇബാദ, എന്നാൽ അത് ദിക്റിനെ കുറിച്ചുള്ള സംസാരമാണ്, ദിക്ർ ചൊല്ലലിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെ കുറിച്ച്, നിയമത്തുകളെ കുറിച്ചുള്ള ചിന്തയാവട്ടെ, അതിനെക്കുറിച്ചുള്ള ആലോചനയാകട്ടെ, അഫ്ളലുൽ ഇബാദ, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തുകളിൽ പെട്ടതാകുന്നു. ഇത് കേവലം 3 സംഗതികൾ മാത്രം ഇവിടെ ഉദ്ധരിച്ചു എന്ന് മാത്രം. അപ്പോൾ നാം എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളെ കുറിച്ച്, അല്ലാഹു തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് സദാ ഓർക്കുന്നവരും ചിന്തിക്കുന്നവരും, അങ്ങനെ അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ആകണമെന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർക്കുക, വൈലുൽ ലിമൻ ഖറഅ ഹാദിഹിൽ ആയാതി സുമ്മ ലം യതഫക്കറു ഫീഹാ. ഈ ആയത്തുകൾ പാരായണം ചെയ്തിട്ട് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നവർക്ക് നാശം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നാം നിരന്തരം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്തൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്നത് റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഈ ദുആയാകുന്നു. നാമും അത് പതിവാക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ പലരും ഹജ്ജിനും ഉംറക്കുമൊക്കെ പോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പലരും പുറപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ ക്ലാസ് കൊണ്ടിരിക്കുന്നവരിൽ പലരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. 1-2 ആഴ്ച കൊണ്ട് അവർ പുറപ്പെടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സഅയിനിടയിലും മറ്റ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ദുആ ചെയ്യേണ്ടത് റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് തവാഫ് ചെയ്യുമ്പോൾ റുക്നുൽ യമാനിക്കും ഹജറുൽ അസ്വദിനും ഇടയിലുള്ള
ആ കോർണറിൽ എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നബിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ദുആയും അതാകുന്നു. അക്കാര്യം ഇവിടെ നാം സാന്ദർഭികമായി ഓർക്കുക. ഇനി റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത. സമയ ദൈർഘ്യം ഭയന്ന് വിശദീകരണം വളരെ ചുരുക്കുകയാണ്. നാഥ, നീ ആരെയെങ്കിലും നരകശിക്ഷയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഫഖദ് അഖ്സൈത, അവരെ നീ അങ്ങേയറ്റം നിന്ദ്യരാക്കി കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ നിന്ദ്യത. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അതിക്രമികളായ ആളുകൾക്ക് യാതൊരു സഹായിയെയും ലഭിക്കുകയില്ല. എത്ര വലിയ ആളാവട്ടെ, ഈ ലോകത്ത് ഏത് മേഖലയിൽ പേരെടുത്ത ആളാണെങ്കിലും, എത്ര വലിയ അധികാരം കൈകാര്യം ചെയ്ത ആളായാലും, എത്ര വലിയ പണ്ഡിതനായാലും, ആരോ ആവട്ടെ, അവരൊക്കെ തന്നെ ഈ അള്ളാഹുവിൻ്റെ നിയമത്തുകൾക്ക് ശുക്ർ ചെയ്യാതെ അള്ളാഹുവിനെ അഗണ്യമാക്കിക്കൊണ്ട് ജീവിച്ചവരാണെങ്കിൽ അവർ പാപികളാണ്, ളാലിമീങ്ങളാണ്. മിൻ അൻസാർ. അവർക്ക് യാതൊരു സഹായിയെയും ലഭിക്കുകയില്ല. പരമവിഡ്ഢികളാണ് അവർ. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതശേഷം അവരെക്കുറിച്ച് ലോകം മുഴുവൻ വലിയ ബുദ്ധിമാന്മാർ എന്ന് അംഗീകരിച്ചാലും അവർ പരമവിഡ്ഢികളാണ്. അവർക്ക് യാതൊരു സഹായികളെയും ലഭിക്കുകയില്ല. റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബിക്കും ഫആമന്നാ. നാഥ, ഒരു വിളിയാളൻ്റെ വിളി ഞങ്ങൾ കേട്ടിരിക്കുന്നു, അങ്ങനെ ഞങ്ങൾ മുഅ്മിനീങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം ഞങ്ങളിതാ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് മുഖ്യമായി സൂചിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിൽ. ഇനി അതിന് ശേഷം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഈ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കേണ്ടതിനെ കുറിച്ച് ആരെല്ലാം ജനങ്ങൾക്ക് ദഅവത്ത് ചെയ്യുന്നുവോ, ആരെല്ലാം ജനങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നുവോ, അവരെല്ലാം വിശാലമായ അർത്ഥത്തിൽ മുനാദി അള്ളാഹുവിലേക്ക് വിളിക്കുന്ന വിളിയാളൻ എന്നതിൻ്റെ പരിധിയിൽ വന്നു കഴിഞ്ഞു. അങ്ങനെ ആ വിളിയാളൻ്റെ വിളി ഞങ്ങൾ കേട്ടു. നിന്നിലേക്ക്, നിന്റെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വിളിക്കുന്ന വിളിയാളൻ്റെ വിളി ഞങ്ങൾ കേട്ടു. അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസം കൈക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ മുഅ്മിനീങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ. ഞങ്ങളുടെ പാപകർമ്മം ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. വകഫിർ അന്നാ സയ്യിആതിനാ. എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പോക്കിക്കളയുമാറാകണമേ. വതവഫനാ മഅൽ അബ്റാർ. പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ മരിപ്പിക്കുമാറാകണമേ. ഇത് നാം എപ്പോഴും ദുആ ചെയ്യേണ്ട ദുആകളിൽ പെട്ടതാണ്. നമ്മുടെ പതിവ് ദുആകളിൽ ഇതും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റസൂലിക്. നാഥ, നിന്റെ ദൂതന്മാർ മുഖേന നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ വാഗ്ദത്തം നീ ഞങ്ങൾക്ക് നൽകണമേ. ആ വാഗ്ദാനം നീ പൂർത്തീകരിക്കുമാറാകണമേ. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഞങ്ങളെ നീ നിന്ദ്യരാക്കരുതേ. എന്ന് വെച്ചാൽ ഈ വാഗ്ദാനം നാളെ പാരത്രിക ലോകത്തുള്ള അള്ളാഹുവിൻ്റെ സ്വർഗലബ്ധിയാകുന്നു. അത് ഞങ്ങൾക്ക് നീ നൽകണമേ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങളെ നിന്ദ്യരാക്കാതിരിക്കുകയും ചെയ്യുമാറാകണമേ. ഇതും ശ്രേഷ്ഠമായ ദുആകളിൽപ്പെട്ടതാകുന്നു. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. തീർച്ചയായും നീ വാഗ്ദാനം ലംഘിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിനേക്കാൾ കൂടുതൽ സത്യമായ വാക്ക് പറയുന്നവനും വാഗ്ദത്തം പാലിക്കുന്നവനും ആരാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ ചോദിക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വാഗ്ദാനം അല്ലാഹു തആല പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അക്കാര്യമാണ് അടുത്ത ആയത്തിൽ വിവരിക്കുന്നത്. ഫസ്തജാബ ലഹും റബ്ബുഹും. അപ്പോൾ അവരുടെ റബ്ബ് അവർക്ക് ഉത്തരം നൽകി. ഈ ദുആ ചെയ്യുന്നവർക്ക്, ഈ ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തരമുണ്ട്, ഇജാബത്തുണ്ട്. ഇവിടെ പലപ്പോഴും നാം ആവർത്തിക്കാറുള്ള കാര്യം വീണ്ടും ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തആലയോട് ദുആ ചെയ്യാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഉദ്ഉലീ അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, നാം നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകും. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടുള്ളതല്ല എന്ന് കട്ടായം പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അനേകം ആയത്തുകളിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ. ഇനി ഖുർആനിൽ വന്നിട്ടുള്ള നൂറുകണക്കായ ദുആ, ഇവിടെ നാം ഉദ്ധരിച്ചതും പിന്നെ മുൻപ് ഉദ്ധരിച്ചതും ഉദ്ധരിക്കാത്തതുമായ മുഴുവൻ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള ദുആയാണ്. ദുആ പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്, ശ്രേഷ്ഠമായ ദുആയാകുന്നു. ഖുർആൻ അവസാനിക്കുന്നത് 2 ദുആയോട് കൂടിയാണ്, മുഅവ്വിദത്തൈനി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറുകണക്കിന് ദുആകൾ സഹിഹായ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാകുന്നു. എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന് അല്ലാഹു തആല വാക്ക് നൽകുന്നു. ഇവിടെ ഈ ദുആ ചെയ്തവർക്ക് ഫസ്തജാബ ലഹും, നാം അവർക്ക് ഉത്തരം നൽകി എന്ന് അല്ലാഹു തആല പറയുന്നു. പിന്നെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത്? അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന പണ്ഡിത വേഷധാരികൾ പരിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നുമാണ് ഈ സമുദായത്തെ വഴി തെറ്റിച്ചു കൊണ്ടിരിക്കുന്നത്, വഴി പിഴപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അതിന് ചെവി കൊടുക്കാൻ പാടില്ല, അത് ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുകയും വേണമെന്ന് ഈ വെള്ളിയാഴ്ച ദിവസം ഈ പരിശുദ്ധ ഖുർആൻ കയ്യിൽ വെച്ചുകൊണ്ട് വസിയത്ത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് അല്ലാഹു തആല ഉത്തരം നൽകിയത്? അന്നി ലാ ഉദീഉ അമല ആമിലിൻ മിൻകും, നിങ്ങളിൽ നിന്ന് അമൽ ചെയ്തവരുടെ അമലുകൾ നാം പാഴാക്കി കളയുകയില്ല. മിൻ ദക്കരിൻ, അതാണാവട്ടെ, ഔ ഉൻസ, പെണ്ണാവട്ടെ, ബഅദുകും മിൻ ബഅദ്, നിങ്ങൾ പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്നവരാകുന്നു, ഒരേ വർഗത്തിൽപ്പെട്ടവരാകുന്നു, ആണായാലും പെണ്ണായാലും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നാം പാഴാക്കി കളയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു. നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും വലിയ ചർച്ചയാകാറുള്ള, ഇസ്ലാമിനെതിരെ വലിയ ആക്ഷേപങ്ങളും വലിയ വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകാറുള്ള ഒരു സംഗതിയാണ് സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച്. ഇത് പറയുന്ന ആളുകള് അത് ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, നിരീശ്വരന്മാരുണ്ട്, എല്ലാം ഉണ്ട്. ഒക്കെ ഇസ്ലാം പുരുഷ മേധാവിത്വത്തിന്റെ മതമാണെന്നും അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നും പുരുഷന്മാരുടെ മേധാവിത്വത്തിൽ ഞെരിഞ്ഞമരുകയാണ് മുസ്ലിം സ്ത്രീകളെന്നും എന്നൊക്കെ പറയുകയും അങ്ങനെ അവരെ മോചിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പറയുന്ന ഈ വിഭാഗങ്ങളൊക്കെ ഭയങ്കര സ്ത്രീ പുരുഷ സമത്വത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് അവരുടെ മേനി. അങ്ങോട്ട് നമ്മൾ കടക്കുന്നില്ല, നമുക്ക് സമയമില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയമായി പറഞ്ഞ സംഗതി എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി മനുഷ്യൻ അല്ലാഹു തആല ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. ഈ മനുഷ്യന്മാരെല്ലാവരും സ്ത്രീ പുരുഷന്മാരെന്നല്ല, കറുത്തവരോ വെളുത്തവരോ, അറബിയോ അനറബിയോ, അല്ലെങ്കിൽ ആ ഭാഷക്കാരനോ ഈ ഭാഷക്കാരനോ ആരോ ആവട്ടെ, എല്ലാവരും സമന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ് എന്ന്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ നിലപാട്. പക്ഷേ ഈ അടിസ്ഥാനപരമായ നിലപാട് ഏത് വിഷയത്തിലാണ്? ഈ അടിസ്ഥാനപരമായ നിലപാട് ആണും പെണ്ണും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. രണ്ടുപേരും അവരുടെ ജീവിതം പരീക്ഷണമാകുന്നു. ഈ ജീവിതമാകുന്ന പരീക്ഷണത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് പ്രതിഫലമുണ്ട്. രണ്ടു കൂട്ടർക്കും പ്രതിഫലം സ്വർഗമാണ്. ആണായാലും പെണ്ണായാലും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ആ നിലക്കൊക്കെ അവരുടെ കർമ്മം, അവരുടെ കർമ്മത്തിന്റെ പ്രതിഫലം, അവരുടെ പരിണതി, ഇതിലെല്ലാം സമത്വമാണ്, പരിപൂർണമായ സമത്വം. ആണ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കൂലി, പെണ്ണുങ്ങൾ ചെയ്യുന്നതിന് കുറച്ച്. ഇപ്പൊ അങ്ങനെയുള്ളോ? സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ വേതനമല്ല ലഭിച്ചുകൊണ്ടിരിക്കുന്നത്,
ഒരു ജോലിയിലും അങ്ങനെയല്ല. വലിയ അന്തരം ആ വിഷയത്തിലൊക്കെ ഉണ്ട്. ഇനി ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ജോലിക്ക് നിശ്ചയിക്കുന്ന ഇടത്തുണ്ട് അവിടെ ആ വ്യത്യാസം. ഏത് വലിയ ഗീർവാണങ്ങൾ മുഴക്കുന്നവരും തുല്യമായിക്കൊണ്ടല്ല ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലി കൊടുക്കുന്ന വിഷയത്തിലായാലും വേതനം കൊടുക്കുന്ന വിഷയത്തിലായാലും ഒന്നും. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിരിക്കട്ടെ, ഇസ്ലാമിൽ അടിസ്ഥാനപരമായ ഈ വിഷയങ്ങളിലൊക്കെ സമത്വമാണുള്ളത്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞു, ആണാവട്ടെ പെണ്ണാവട്ടെ അവരൊക്കെ ഒരു വർഗത്തിലുള്ളവരാണ്, അവരെ ഇഴുകിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്, അവരുടെ പ്രവർത്തനങ്ങൾ നാം പാഴാക്കി കളയുകയില്ല. ഫല്ലദീന ഹാജറു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്യേണ്ടി വന്നവർ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തതിൽ സഹാബി വനിതകളുണ്ട്, സഹാബികളായ ആണുങ്ങളുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളായതിന്റെ പേരിൽ സ്വഗൃഹങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ അക്കാലത്തും ഇക്കാലത്തും അതിൽ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. മുസ്ലിങ്ങളായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടവർ, കഷ്ടപ്പെടുത്തപ്പെടുന്നവർ ഗസയിൽ നമ്മൾ കണ്ടു, ഇറാനിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ആണുമുണ്ട് പെണ്ണുമുണ്ട്, എക്കാലത്തുമുണ്ട്. വഖാതലു, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടരാടിയവർ. വഖുതിലു, അങ്ങനെ കൊല്ലപ്പെട്ടവരെന്ന് പറയുമ്പോൾ ശത്രുവുമായി അഭിമുഖം പടവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കൊല്ലപ്പെടുന്നവർ മാത്രമല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ സ്വന്തം ദീൻ സംരക്ഷിക്കാൻ, സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ, സ്വന്തം ധനം സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ടവരൊക്കെ തന്നെ ഷഹീദുകളാണ്, ശുഹദാക്കളാണ്. അപ്പോൾ ഈ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ലക്ഷോപലക്ഷം സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തവരിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഇപ്പോഴും ആ ഹിജ്റ നടന്നുകൊണ്ടേയിരിക്കുന്നു. ലഉകഫിറന്നൻഹും സയ്യിആതിഹിം, അവരുടെ എല്ലാ പാപങ്ങളും നാം പോക്കിക്കളയും. ഇവിടെ ആണും പെണ്ണും വ്യത്യാസമല്ല. വലഉദ്ഖിലന്നഹും, അവരെ നാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗപ്പൂന്തോപ്പിൽ. സവാബൻ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമായിക്കൊണ്ട്. കണ്ട, ഇവിടെ അന്തരമുണ്ടോ? ഇവിടെ പുരുഷ മേധാവിത്വമുണ്ടോ? ഇവിടെ സ്ത്രീകളെ താഴ്ത്തിക്കെട്ടലുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. ഇവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനാണ്. ഏതെങ്കിലും ഇസ്ലാം വിരോധികളുടെ സൃഷ്ടികളിൽ നിന്ന്, വാക്കുകളിൽ നിന്ന്, അവരുടെ സിനിമകളിൽ നിന്ന്, അവരുടെ കഥകളിൽ നിന്ന്, നോവലുകളിൽ നിന്നല്ല നാം ഇസ്ലാമിലുള്ള സ്ത്രീയുടെ സ്ഥാനം, അവരുടെ സ്വാതന്ത്ര്യം മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആലയുടെ കിതാബിൽ നിന്നാണ്. അതിൽ പറയുന്നത് എന്താണ്? ഇതാണ് നാം നോക്കേണ്ടത്. അത് കഴിഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നാണ്. സവാബൻ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമായിക്കൊണ്ടാണ്. ഒരു വിവേചനവുമില്ല. വല്ലാഹു ഇൻദഹു ഹുസ്നുസ് സവാബ്, അല്ലാഹുവിങ്കലാകുന്നു ഏറ്റവും മേത്തരമായ പ്രതിഫലമുള്ളത്. അല്ലാഹു തആല അത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവിടെ റഹീമുസ്താദ് സ്ത്രീ പുരുഷ സമത്വമാണ് ഇസ്ലാമിലുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏത് വിഷയത്തിലാണ് സ്ത്രീ പുരുഷ സമത്വം പറഞ്ഞത് എന്നും കൂടെ പറയുകയാണെങ്കിൽ മനസ്സിലാക്കുമ്പോഴും അങ്ങനെ മനസ്സിലാക്കണം. അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യർ, ആണാവട്ടെ പെണ്ണാവട്ടെ, സമന്മാരാണ്. അവർക്കെല്ലാം തന്നെ അള്ളാഹുവിന്റെ പ്രതിഫലം കരസ്ഥമാക്കാനായ വിശാലമായ മൈതാനമുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യാം. അതിൻ്റെയൊക്കെ പ്രതിഫലത്തിൽ ഒരു കുറവും വരുത്തൂല. ആണിനും പെണ്ണിനും ഒക്കെ പ്രതിഫലം സ്വർഗമാണ്. അവിടെ പെണ്ണുങ്ങൾക്ക് കുറച്ച് താഴ്ത്തട്ടിലുള്ള സ്വർഗം, ആണുങ്ങൾക്ക് മേൽത്തട്ടിലുള്ള സ്വർഗം, അങ്ങനെ ഒരു വിവേചനമില്ല. ഈ അടിസ്ഥാനപരമായ വിഷയങ്ങളിലാണ് സമത്വം എന്ന് പറഞ്ഞത്. എന്നാൽ സ്ത്രീ പുരുഷന്മാർ ദമ്പതികളായി ജീവിക്കുമ്പോൾ, ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ, ആ കുടുംബത്തിന്, ദമ്പതികളുടെ
നാഥൻ ആരാണ് നയിക്കേണ്ടത്? അതുപോലെ തന്നെ കുടുംബം, മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ടുള്ള കുടുംബം ഉണ്ടാകും. ആ കുടുംബത്തിന്റെ നാഥൻ ആരായിരിക്കണം? ആരാണ് നയിക്കേണ്ടത്? നയിക്കപ്പെടേണ്ടത് ആരാണ്? അതുപോലെ തന്നെ ജീവിതത്തിൽ അനന്തരാവകാശം ഉൾപ്പെടെയുള്ള വിവാഹം, വിവാഹമോചനം, ബഹുഭാര്യത്വം മുതലായ പല നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളുടെ എല്ലാം വിഷയത്തിൽ ഈ പരിപൂർണമായ ഈ സവാസിയത്ത്, ചീർപ്പിന്റെ പല്ലുകൾ പോലെയുള്ള സമത്വമാണോ ഉള്ളത്? അല്ല, അവിടെ വ്യത്യാസമുണ്ട്. എന്ന് മാത്രമല്ല, ഈ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം നേടണമെങ്കിൽ അവർക്ക് ജിഹാദ് നിർബന്ധമാണ്. എന്നാൽ സ്ത്രീകൾക്ക് ജിഹാദ് നിർബന്ധമില്ല. അവരുടെ പ്രകൃതവും അവരുടെ ശാരീരികമായ അവസ്ഥകളും അവർ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് യുദ്ധം എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന്, അത് നിർബന്ധമായി പങ്കെടുക്കേണ്ട ഒരു സംഗതിയിൽ നിന്ന് സ്ത്രീകൾ അല്ലാഹു തആല ഒഴിവാക്കിയിരിക്കുക. പുരുഷന്മാർക്ക് നിർബന്ധമാണ്. ഇസ്ലാമും കുഫറും തമ്മിൽ സംഘടന നടക്കുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടത് ഫർദ് ഐനായി തീരും, നിർബന്ധമായി തീരും. എന്നാൽ സ്ത്രീകൾക്കതില്ല. അങ്ങനെ കർമ്മങ്ങളുടെ വിഷയത്തിൽ പുരുഷന്മാർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബ സംരക്ഷണം, അധ്വാനിച്ച് സമ്പാദിച്ചുകൊണ്ട് കുടുംബം സംരക്ഷിക്കേണ്ടത്, ഭാര്യയെ പോറ്റേണ്ടത്, മക്കളെ പരിപാലിച്ച് വളർത്തേണ്ടത്, ഈ ഉത്തരവാദിത്തമെല്ലാം അല്ലാഹു തആല സ്ത്രീയെ ഏൽപ്പിച്ചിട്ടില്ല, പുരുഷനെയാണ് അത് ഏൽപ്പിച്ചത്. കാരണം അതിനനുരൂപമായ പ്രകൃതിയാണ്, ശാരീരികമായ യോഗ്യതകളാണ് അല്ലാഹു തആല പുരുഷന് നൽകിയത്. എന്നാൽ സ്ത്രീ ഗർഭം ധരിക്കുക, കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റുക, ഈ വക കാര്യങ്ങൾ പുരുഷന് ചെയ്യാൻ കഴിയില്ല, അത് സ്ത്രീകൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ദൗത്യങ്ങളാണ്, ധർമ്മങ്ങളാണ് അല്ലാഹു തആല സ്ത്രീയെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ അല്ലാഹു തആല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചതിൽ, ബാധ്യതകൾ ചുമത്തിയതിൽ വ്യത്യാസമുണ്ട്, വിവേചനമുണ്ട്. ഇത് ഓരോന്നോരോന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് എടുത്തുകൊണ്ടാണ് പുരുഷ മേധാവിത്വം എന്ന് ശത്രുക്കൾ പ്രചണ്ഡമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുസ്ലിം സമുദായത്തിലെ തന്നെ പലരും അതിൽ വീണുകൊണ്ടിരിക്കുന്നത്. ആ വീഴുന്നതിൽ മുഖ്യമായും അഭ്യസ്ത വിദ്യരായ മുസ്ലിങ്ങളാണുള്ളത്. പലപ്പോഴും അവർ ഇതിൻ്റെ വക്താക്കളായിത്തീരുന്നു. അത് മറ്റുള്ളവരോടൊപ്പം ചേർന്നുകൊണ്ട് ആ ഇസ്ലാമിനെ കുതിര കയറുന്ന സ്വഭാവത്തോളം പോലും പലപ്പോഴും എത്തുന്നതായി നാം കാണുന്നു. ഒരു ഹദീസിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ പുരുഷന്മാർക്ക് അധ്വാനിക്കണം, സമ്പാദിക്കണം, കുടുംബം പോറ്റണം, യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ. സ്വർഗം ലഭിക്കണമെങ്കിൽ പുരുഷന്മാർക്ക് അതൊക്കെ ചെയ്യണം. എന്നാൽ സ്ത്രീകളുടെ കാര്യമോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹം നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, സ്ത്രീ 5 വഖത്ത് നമസ്കരിക്കുകയാണെങ്കിൽ, വസ്വാമത് ഷഹറഹാ, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, വഹഫിളത് ഫർജഹാ, തൻ്റെ ചാരിത്ര്യ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ, തൻ്റെ ഭർത്താവിനോടുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ, വഅതാഅത് സൗജഹാ, തൻ്റെ ഭർത്താവിനെ അനുസരിക്കുകയാണെങ്കിൽ, ഖീല ലഹാ, ഖിയാമത്ത് നാളിൽ ആ വനിതയോട്, മഹദിയോട് വിളിച്ചു പറയപ്പെടും, ഉദ്ഖുലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. എങ്ങനെ പ്രവേശിച്ചു കൊള്ളുക? മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅത, 7 സ്വർഗലോകങ്ങളാണുള്ളത്. 7 സ്വർഗലോകങ്ങൾക്ക് 8 വാതിലുകളുണ്ട്. 8 വാതിലുകൾ. ഈ 8 വാതിലുകളിലും കൂടി പുരുഷന്മാർക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അപൂർവം പുരുഷന്മാർക്ക് മാത്രമേ
ഈ 8 വാതിലുകളിൽ ഇഷ്ടമുള്ള വാതിലുകളിലൂടെ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ വിചാരിച്ചാൽ സാധ്യമല്ല, സാലബാത്ത് സാഹിബ് വിചാരിച്ചാൽ സാധ്യമല്ല. എന്നാൽ ഉമ്മു റമീസ് വിചാരിച്ചാൽ സാധ്യമാണ്. ഉമ്മു ഹിഷാം വിചാരിച്ചാൽ സാധ്യമാണ്. ഖീല ലഹാ ദഖുലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅത, സ്വർഗത്തിന്റെ സ്വർഗലോകങ്ങളുടെ 8 വാതിലുകളിൽ ഉദ്ദേശിക്കുന്ന വാതിലുകളിലൂടെ പ്രവേശിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടും. എന്താ ചെയ്യാനുള്ളത്? 5 വക്ത് നമസ്കാരം, റമദാൻ മാസത്തിൽ നോമ്പെടുക്കൽ, സ്വന്തം ചാരിത്ര പരിശുദ്ധി കാത്തു സൂക്ഷിക്കൽ, ഭർത്താവിനനുസരിക്കൽ, തീർന്നു കച്ചവടം. സ്വർഗത്തിന്റെ ഏത് വാതിലുകളിലൂടെയും പ്രവേശിക്കാം. ഇവിടെ വിവേചനം എന്ന് പറയാമെങ്കിൽ ആർക്കനുകൂലമാണ് വിവേചനം, ആർക്കെതിരാണ് വിവേചനം? പറയുക. സത്യസന്ധതയുണ്ടെങ്കിൽ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് അനുകൂലമായി കൊണ്ടാണ് പുരുഷന്മാരെക്കാൾ ആനുകൂല്യം കോരിച്ചൊരിഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പുരുഷന്മാർക്ക് വളരെ അധ്വാനങ്ങൾ ആവശ്യമുള്ള, അങ്ങേയറ്റം പ്രയാസകരമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചപ്പോൾ സ്ത്രീകൾക്ക് താരതമ്യേന വെയിലേൽക്കാതെ, ചൂടേൽക്കാതെ, തീക്ഷ്ണമായ കാലാവസ്ഥകളുടെ പ്രാതികൂല്യങ്ങൾ അഭിമുഖീകരിക്കാതെ സ്വന്തം ഗൃഹത്തിൽ, ഭർതൃഗൃഹത്തിൽ ജീവിച്ചുകൊണ്ട് സ്വർഗം നേടാൻ സാധിക്കും. അതും ഉദ്ദേശിക്കുന്ന വാതിലുകളിലൂടെ. എന്നാൽ ഒരുപാട് വിഷയങ്ങളിൽ പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായ നിയമങ്ങളാണ് സ്ത്രീക്കുള്ളത്. ഒന്ന്, സ്ത്രീ ഭാര്യയെ അനുസരിക്കാൻ ഭർത്താവ് ബാധ്യസ്ഥയല്ല. കാര്യങ്ങൾ കൂടി ആലോചിക്കാം. ഭർത്താവിന് നല്ലതെന്ന് തോന്നുന്നത് ഭാര്യയുടെ അഭിപ്രായം തേടാം, അതൊക്കെ ശരിയാ. പക്ഷേ ഭർത്താവിനനുസരിക്കാൻ സ്ത്രീ ഭാര്യ ബാധ്യസ്ഥയാണ്. ഏത് വിഷയത്തിൽ? അള്ളാഹു താലാന്റെ കൽപ്പനയ്ക്ക് എതിരാകാത്ത വിഷയത്തിൽ. അള്ളാഹു താല കൽപ്പിച്ചതിനെതിരെ ഭർത്താവ് പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല. ഭർത്താവ് എന്നല്ല ആര് പറഞ്ഞാലും. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ അള്ളാഹു താലാക്കെതിരിൽ സൃഷ്ടിക്ക് അനുസരണമില്ല. എന്നാൽ അതല്ലാത്ത കാര്യം ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ അനുസരിക്കാൻ ബാധ്യസ്ഥയാണ്. എന്നാ ഭാര്യ പറഞ്ഞ ഭർത്താവ് അനുസരിക്കാൻ ബാധ്യസ്ഥനാണോ? അല്ല. ഇനി വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം വേണം. എന്നാൽ ഭർത്താവിന് പുറത്തു പോകാൻ ഭാര്യയുടെ അനുവാദം വേണോ? വേണ്ട. ഇനി വിവാഹമോചനം അഥവാ ജീവിതം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ വേർപിരിയേണ്ടി വന്നാൽ വിവാഹമോചനം ചെയ്യാൻ ഭർത്താവിന് സ്വയം സാധിക്കും. ആരുടെയും സേവ വേണ്ട. എന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ നേർക്ക് നേരെ വിവാഹമോചനം ചെയ്യാൻ പറ്റില്ല. വിവാഹമോചനം ചെയ്യാം, ഹുലുൽ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. പക്ഷെ ഖാദി മുഖേന മാത്രമേ സാധിക്കൂ. എന്തിനേറെ പറയുന്നു, ഒരു സുന്നത്ത് നോമ്പ് എടുക്കണമെങ്കിൽ ഭർത്താവിനോ പറഞ്ഞാൽ ഭാര്യയ്ക്ക് സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഫർള് എടുക്കാം. ഫർള് അല്ലാഹു തആലയുടെ കൽപ്പനയാണ്. അത് ഭർത്താവിന് നോ പറയാൻ പറ്റില്ല. നോ പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതില്ല. പക്ഷെ സുന്നത്ത് നോമ്പ് എടുക്കണമെങ്കിൽ ഭർത്താവ് എടുക്കേണ്ടെന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ ഭാര്യ ബാധ്യസ്ഥയാണ്. എത്രത്തോളം എന്നാൽ അത്രത്തോളം. ഇനി അനന്തരാവകാശ നിയമത്തിന്റെ വിഷയത്തിലെടുത്താൽ മൊത്തത്തിൽ ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ കൂടുതലും സ്ത്രീകൾക്കാണ് ലഭിക്കുക. സ്ത്രീകൾക്ക്. എന്നാൽ ഒരാൾക്ക് ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. ഒരു മാതാപിതാക്കന്മാർക്ക് ഈ മാതാവോ പിതാവോ മരിച്ചാൽ ഇവിടെ പെൺകുട്ടിയുടെ ഇരട്ടി ആൺകുട്ടിക്ക് കിട്ടും. അവിടെയും സമത്വമല്ല ഉള്ളത്. ഇനി ഒരാണിന് വേണമെങ്കിൽ ഇസ്ലാം നിശ്ചയിച്ച ഷർത്ത് നീതി പാലിക്കുക എന്നതാണ്. നീതി പാലിക്കുക എന്ന ഷർത്ത് പാലിക്കാൻ സാധിക്കുമെങ്കിൽ ഒന്നിലധികം വിവാഹം ചെയ്യാൻ അനുവാദമുണ്ട്. പരിശുദ്ധ ഖുർആൻ നേർക്ക് നേരം നൽകിയ അനുവാദം. എന്നാൽ ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. എന്നാൽ ഭർത്താവ് കൊള്ളൂല, ആ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വേറെ വിവാഹം ചെയ്യാം, അത്രയേ ഉള്ളൂ.
പക്ഷേ ഭർത്താവ് ഉണ്ടായിരിക്കും, വേറൊരു വിവാഹം ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ സ്ത്രീയും പുരുഷനും തുല്യരല്ല, സമന്മാരല്ല. നേർക്ക് നേരെ ഖുർആന്റെ അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. പുരുഷന്മാർ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാകുന്നു, സ്ത്രീകളെ നയിക്കേണ്ടവരാകുന്നു. എന്തുകൊണ്ട് എന്ന് തുടർന്ന് പറയുന്നുണ്ട്. രണ്ട് ക്വാളിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. അല്ലാഹു തആല അവന്റെ സൃഷ്ടികളിൽ ചിലരെ മറ്റു ചിലരെക്കാളും ശ്രേഷ്ഠരാക്കിയിരുന്നു. സൃഷ്ടിപ്പിൽ പരലോകത്തെ ശ്രേഷ്ഠത അല്ല, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് അമലിന്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിപ്പിൽ. കാരണം നയിക്കാനുള്ള യോഗ്യത സ്ത്രീയേക്കാൾ കൂടുതൽ അല്ലാഹു തആല പുരുഷന്മാർക്കാണ് നൽകിയത്. കുടുംബനാഥൻ, കുടുംബത്തെ നയിക്കണമല്ലോ, അവരെ സംരക്ഷിക്കണമല്ലോ, അതിന് അധ്വാനിക്കണമല്ലോ. ഇതിനൊക്കെയുള്ള യോഗ്യത സ്ത്രീയേക്കാളും പുരുഷനാണ് നൽകിയത്. അതാണ് ഫദ്ദലല്ലാഹു ബഅദഹും. അപ്പൊ ആ കാരണത്താൽ പുരുഷൻ നയിക്കണം, സ്ത്രീകൾ അനുസരിക്കണം. രണ്ടാമത്തേത് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. ഈ പുരുഷന്മാരാണ്, ഭർത്താവാണ് ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ഭാര്യയ്ക്ക് മഹർ അങ്ങോട്ട് കൊടുക്കുന്നു, ഭാര്യയുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം എന്തൊക്കെയുണ്ടോ 100% ചെലവ് ഭർത്താവ് വഹിക്കണം. ഒരു നയാ പൈസ, ഒരു ചില്ലി കാശ് ഭാര്യ ചെലവഴിക്കണം എന്ന് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല. ഭാര്യയ്ക്ക് സ്വത്തും മുതലും വരുമാനവും ഉണ്ടെങ്കിൽ പോലും സ്വന്തം കാര്യത്തിന് പോലും ഭാര്യ ചെലവഴിക്കാൻ ബാധ്യസ്ഥയല്ല. പരിശുദ്ധ ഖുർആന്റെ നിയമം അങ്ങനെ. നബിയും സഹാബത്തൊക്കെ ജീവിച്ചത് അങ്ങനെയാണ്. ആ രണ്ട് കാരണങ്ങളാൽ പുരുഷനാണ് നയിക്കേണ്ടത് എന്ന് അല്ലാഹു തആല തീരുമാനിച്ചു. ശരി, ഇവിടെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന, അതുപോലെ തന്നെ വലിയ വലിയ ഗ്രന്ഥകാരന്മാർ, ലേഖനം എഴുതുന്നവർ നിരന്തരം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 14 കൈയും താലിട്ടിട്ട് മറ്റേ ഗണപതിയെ പോലെയാണ് പലരും പ്രസംഗിക്കുക. ഇസ്ലാം എന്നാൽ സ്ത്രീ പുരുഷ സമത്വമാണ്, ഇവിടെ പുരുഷ മേധാവിത്വമില്ല എന്നൊക്കെ തുടങ്ങിയിട്ട് അങ്ങോട്ട് പ്രസംഗിക്കും. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ. അടിസ്ഥാനപരമായി രണ്ടുപേരും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. രണ്ടുപേരുടെയും ജീവിതം പരീക്ഷണമാണ്. ഇവിടെ സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ പാരത്രിക ലോകത്ത് പ്രതിഫലം ലഭിക്കും. അവിടെ സ്വർഗം അമലിന്റെ അടിസ്ഥാനത്തിലാണ്. പെണ്ണാണ് കൂടുതൽ അമൽ ചെയ്തതെന്ന് വെച്ചാൽ ആ പെണ്ണിനായിരിക്കും കൂടുതൽ ഉയർന്ന സ്ഥാനം, ദർജ അവിടെ ഉണ്ടാകുക. ഈ നിലക്കൊക്കെ സമത്വം. എന്നാൽ സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ദമ്പതികൾക്കിടയിൽ സമത്വമാണെന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും വ്യക്തമായ ഹദീസുകളുടെയും 100% ലംഘനം. ഞാനിപ്പോ കുറെ ഇവിടെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ എണ്ണി പറയാത്ത അനേകമുണ്ട്. യാത്ര ചെയ്യണമെങ്കിൽ, സ്ത്രീക്ക് യാത്ര ചെയ്യണമെങ്കിൽ മഹ്റം വേണം കൂടെ. ഒരു രാപ്പകൽ ദൈർഘ്യമുള്ള യാത്രയാണോ, മഹ്റം വേണം, എന്നെങ്കിലും സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഇസ്ലാമിന്റെ നിയമമാണ് പറഞ്ഞത്. ഇപ്പൊ ആരെന്ത് നടക്കുന്നു, ഏത് പണ്ഡിതന്മാർ ഫത്വ ഇറക്കുന്നു, അവിടെ സൗദി രാജാവ് പറഞ്ഞത് ഇവിടെ നരേന്ദ്രമോദി എടുത്തു പിടിക്കുന്നു. ഇതൊന്നും എന്റെ വിഷയമല്ല, ഞാൻ പരിഗണിക്കൂല. പുല്ല് വരെ ഇതില്ല. ഇനി വലിയ 1.5 കോൽ നീളമുള്ള താടി വെച്ച ആളായാലും, വലിയ നീളം വാലുള്ള തലയിക്കെട്ടുള്ള ആള് പറഞ്ഞാലും, അങ്ങനെയുള്ള 10,000 ആളുകൾ പറഞ്ഞാലും പുല്ല് വരെ വെക്കാൻ പോകുന്നില്ല. അല്ലാഹു തആലയുടെ ഖുർആനിലും ഹദീസിലും പറഞ്ഞത് മാത്രമാണ്. അതിൽ ദമ്പതികൾക്കിടയിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ അവിടെ സ്ത്രീ പുരുഷ സമത്വമില്ല. ഇസ്ലാമിൽ വ്യക്തമായ അന്തരമുണ്ട്, നിയമങ്ങളിലും ഉത്തരവാദിത്തങ്ങളിലും ഒക്കെ. അത് ഇഷ്ടമുള്ളവർ സ്വീകരിച്ചാൽ മതി. ഖുർആൻ അങ്ങനെ പറഞ്ഞത്. ഈ ഖുർആനിൽ അല്ലാഹു തആലാന്റെ കൽപ്പന അനുസരിച്ച് സ്വീകരിക്കാൻ തയ്യാറുള്ളവർ, ഫമൻ ശാഅ ഫൽയുമിൻ, ആഗ്രഹിക്കുന്നവർക്ക് ഈമാൻ കൈക്കൊള്ളാം, ഇസ്ലാം സ്വീകരിക്കാം. ഫമൻ ശാഅ ഫൽയക്ഫുർ, ഇഷ്ടമില്ലാത്തവർ തള്ളിക്കളയട്ടെ, തോന്നിയ വഴിക്ക് പോട്ടെ എന്ന് അല്ലാഹു തആല പറഞ്ഞേ. നമ്മൾ പിന്നെ എന്തിനാണ് ഇത് സമത്വമാണെന്നൊക്കെ പറഞ്ഞിട്ട്, ഇല്ലാത്ത സമത്വം പറഞ്ഞിട്ട് ആളുകളെ കൂട്ടണത്, അല്ലെങ്കിൽ ആളുകളെ പിടിച്ചു നിർത്തേണ്ടത്? ഒരു കാര്യമില്ല, യാതൊരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് സ്ത്രീ പുരുഷ സമത്വം അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ, അതുമാതിരി തന്നെ അമലുകളുടെ വിഷയത്തിൽ, പാരത്രിക ലോകത്തിലുള്ള വിജയത്തിന്റെ വിഷയത്തിൽ, സ്വർഗലബ്ധിയുടെ വിഷയത്തിൽ സമത്വമാണ്. അല്ലാതെ സാമൂഹ്യ ജീവിതത്തിൽ സമത്വമില്ല, ഇസ്ലാമിലില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇനി ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറു ഫിൽ ബിലാദ്, ഈ വളരെ കാര്യമാത്ര പ്രസക്തമായ സംഗതിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജീവിതം ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയാണ്. അതെന്താണെന്ന് വെച്ചാൽ
അള്ളാഹു താലായെ ദിക്റ് ചെയ്ത് അള്ളാഹു താലാക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുക. അതിനു വേണ്ടിയാണ് അള്ളാഹു താല മനുഷ്യനെ സൃഷ്ടിച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു താല ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയൊക്കെ സൃഷ്ടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാണ്, ലാ യഗുർറന്നക തഖല്ലുബുൽ ലദീന കഫറു ഫിൽ ബിലാദ്. ഈ നാടുകളിൽ, ലോകത്ത് സത്യനിഷേധികളായ ആളുകൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് താങ്കളെ വഞ്ചിതനാക്കേണ്ടതില്ല. അധിക പേരെയും വഞ്ചിതരാക്കുന്ന കാര്യമാണത്. കാരണം ഇതൊന്നും ഫോളോ ചെയ്യാത്ത, ഇതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന, ഈ ലോകത്ത് അടിച്ചു പൊളിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാ സുഖ സൗകര്യങ്ങളും സമ്പന്നതയെല്ലാം അടക്കി വാണുകൊണ്ടിരിക്കുന്ന ആളുകള് കഫറു. ലാ യഗുർറന്നക തഖല്ലുബുൽ ലദീന കഫറു ഫിൽ ബിലാദ്. നാടുകളിൽ തകർത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സത്യനിഷേധികൾ നിങ്ങളെ വഞ്ചിതരാക്കേണ്ടതില്ല. ഇതൊന്നും അംഗീകരിക്കാത്തവർ മതാഉൻ ഖലീൽ, വളരെ നൈമിഷികമായ വിഭവം മാത്രമാകുന്നു അത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവിന്, ഈ ഇഹലോകത്തിന് അല്ലാഹു തആലാന്റെ സന്നിധിയിൽ ഒരു ജനാഹ ബഅൂദ, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഉണ്ടായിരുന്നുവെങ്കിൽ, കൊതുകിന്റെ ചിറകിന്റെ വില ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു കാഫിറിന് അല്ലാഹു തആല, ഒരു കാഫിറിനും ഒരു ഇറുക്ക് വെള്ളം കൊടുക്കുകയായിരുന്നില്ല. ബാക്കി അനുഗ്രഹമൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു ഇറുക്ക് വെള്ളം ഒരു കാഫിറിന് അല്ലാഹു തആല, ഒരു കാഫിറിനും അല്ലാഹു തആല കൊടുക്കുകയായിരുന്നില്ല. ഒരു തമ്മടിക്കും കൊടുക്കുകയായിരുന്നില്ല. അപ്പോൾ കൊതുകിന്റെ ചിറകിന്റെ വില പോലും അല്ലാഹു തആല ഈ ദുനിയാവിന് കൽപ്പിച്ചിട്ടില്ല. ഈ ദുനിയാവ് നൈമിഷികമാണ്, നശ്വരമാണ്. ഇവിടെ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് അല്ലാഹു തആല ദുനിയാവ് കൊടുക്കും. അതങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരിവിടെ തകർക്കുന്നത് നിങ്ങളെ വഞ്ചിതരാക്കേണ്ടതില്ല. സുമ്മ മഅ്വാഹും ജഹന്നം, പിന്നീട് അവരുടെ സങ്കേതം ജഹന്നമാകുന്നു. വബിഇസൽ മിഹാദ്, വളരെ മോശമായ സങ്കേതമാണ്. അവിടെയാണ് അവർക്ക് പോകാനുള്ളത്. അതുവരെ അവർ അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ എന്നാണ് പറഞ്ഞത്. നമ്മളും അങ്ങനെ വിചാരിച്ചാൽ മതി, ബേജാറാവണ്ട, വിഷമിക്കേണ്ട കാര്യമില്ല. ലാകിനില്ലദീന തഖൗ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ബുദ്ധിമാന്മാർ, അള്ളാഹുവിനെ നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടൊക്കെ സ്മരിക്കുകയൊക്കെ ചെയ്യുന്ന, അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന, ലാകിനില്ലദീന തഖൗ, അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് അള്ളാഹു തആല കൽപ്പിച്ചത് പ്രവർത്തിക്കുകയും വിരോധിച്ചത് ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, അവർക്ക് താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ പൂങ്കാവനങ്ങളുണ്ട്. നുസുലം മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള വിരുന്നായിക്കൊണ്ട്. ഈ പ്രയോഗം കണ്ടോ? നമ്മൾ വിരുന്നുകാരെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുകയും സൽക്കരിക്കുകയും എത്രത്തോളം അവരെ പരിഗണിക്കാൻ സാധിക്കും എന്നതായിരിക്കും നമ്മുടെ ചിന്താ വിഷയം. അത് തന്നെ നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് വിരുന്ന് വരുന്നതെങ്കിലോ പറയും വേണ്ട, നമുക്ക് നിൽക്കപ്പുറത്തി ഉണ്ടാവില്ല അവരെ സൽക്കരിക്കുന്ന വിഷയത്തിൽ. സാധ്യമായിടത്തോളം നമ്മൾ പരിഗണന നൽകും. ആ പ്രയോഗമാണ് ഇവിടെ. നുസുലം മിൻ ഇൻദില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആതിഥ്യമായിക്കൊണ്ട്, വിരുന്നായിക്കൊണ്ട്. വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തുള്ളതാകുന്നു പുണ്യവാന്മാർക്ക് ഏറ്റവും ഖൈർ. ഇവിടെ ഇപ്പം ഈ കാണുന്ന ഒന്നും കാര്യമാക്കണ്ട. ഇവിടെ ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധ രാജ്യങ്ങൾ, ഏറ്റവും വലിയ പവർഫുൾ കറൻസി, അതുമാതിരി തന്നെ ലോകത്തുടനീളം എവിടെയും ഇടപെടാനുള്ള ശക്തി, എല്ലാവരെയും വരച്ച വരയിൽ നിർത്താനുള്ള എല്ലാവിധ സൈനിക സായുധ സജ്ജീകരണങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം ഉണ്ട്. നമ്മളെ നാട്ടിലത്തെ കാര്യം പറഞ്ഞാൽ ഇവിടുത്തെ ഭരണകക്ഷിയാണ്, മനസ്സിലായില്ലേ? അവർ തോന്നിയതെല്ലാം ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതൊക്കെ വളരെ നൈമിഷികമാണ്. അവസാനം ചെന്നെത്തുന്നത് ജഹന്നമിലാണ്. എന്നാൽ ഇവിടെ സജ്ജനങ്ങളായി ജീവിച്ച ആളുകൾ
അവർ അള്ളാഹുവിൻ്റെ വിരുന്നുകാരായിക്കൊണ്ടാണ് അവിടെ സ്വീകരിക്കപ്പെടുക. വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ. പുണ്യവാന്മാരായി ജീവിച്ച ആളുകൾക്ക് ഖൈർ അള്ളാഹു താലാന്റെ അടുത്തുള്ളതാണെന്നാണ് പറയുന്നത്. അള്ളാഹു താലാന്റെ അടുത്തുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള ആ വിരുന്ന് സൽക്കാരം അനുഭവിക്കാനുള്ള ആ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗ പൂങ്കാവനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വഇന്ന മിൻ അഹ്ലിൽ കിതാബി, ഈ സൂറത്ത് ആൽ ഇംറാനിൽ ഏറിയ പങ്കും വിവരിച്ച അഹ്ലി കിതാബുകാരെ കുറിച്ചാണ്. അവരുടെ കൊള്ളരുതായ്മകളെ കുറിച്ച്, അവർ പ്രവാചകന്മാരെ കൊന്നതിനെ കുറിച്ച്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവർത്തിച്ചതിനെ കുറിച്ച് ഒക്കെയാണ് വിവരിച്ചത്. എന്നാൽ ഇത് സമാപിപ്പിക്കുമ്പോൾ അല്ലാഹു തആല പറയുന്നു, ഇന്ന മിൻ അഹ്ലിൽ കിതാബി, എന്നാൽ അഹ്ലി കിതാബുകാരിൽ ഒരു വിഭാഗമുണ്ട്, ലമൻ യുഅ്മിനു ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ, വമാ ഉൻസില ഇലൈക്കും, നിങ്ങൾക്ക് അവതരിപ്പിച്ചതിലും വിശ്വസിക്കുന്നവർ, പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഒക്കെ വിശ്വസിക്കുന്നവർ. വമാ ഉൻസില ഇലൈഹിം, അവർക്ക് അവതരിപ്പിച്ചതിലും വിശ്വസിക്കുന്നവർ. ഖാശിഈന ലില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, ലാ യശ്തറൂന ബിആയാത്തില്ലാഹി സമനൻ ഖലീലാ, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിൻ്റെ ആയത്തുകൾ, വേദഗ്രന്ഥത്തിലെ സൂക്തങ്ങൾ തുച്ഛമായ വിലക്ക് അവർ വിറ്റുകളയുകയില്ല. ഉലൈക ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിന്റെ സന്നിധിയിൽ പ്രതിഫലമുണ്ട്. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിവേഗം കണക്ക് നോക്കുന്നവനാകുന്നു, വിചാരണ ചെയ്തുകൊണ്ട് പ്രതിഫലം നൽകുന്നവനാകുന്നു. ഇതിവിടെ പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും ഒരു പക്ഷേ ഒരു ത്രിശങ്കുവിലാകും പലരും. ഇത് മാത്രമല്ല, നമ്മളെ ക്രൈസ്തവ പാതിരിമാരൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികളിലും ജൂതന്മാരിലും ഒക്കെ സത്യവിശ്വാസികളുണ്ട്, അവർക്ക് പ്രതിഫലമുണ്ട്, അവരൊക്കെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷേ ആ വാദം ഈ ആയത്ത് കൊണ്ട് തന്നെ, കാരണം ഇവിടെ ഉൻസില ഇലൈക്കും, നിങ്ങൾക്ക് അവതരിപ്പിച്ചതിൽ വിശ്വസിക്കുന്നവരാണ് അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവതരിപ്പിച്ച ഏതാണ്? പരിശുദ്ധ ഖുർആൻ. നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിയിൽ വിശ്വസിക്കാത്തവർ, ഖുർആനിൽ വിശ്വസിക്കാത്തവർ ഒരിക്കലും ഈ പറഞ്ഞ അല്ലാഹു തആല പറഞ്ഞ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുകയില്ല എന്ന് വ്യക്തമാണ്. പിന്നെ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന കാലത്ത് ഈ മധ്യ പൗരസ്ത്യ ദേശത്ത് മുഴുവൻ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതുപോലെ ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്നു. യമനിൽ ക്രിസ്ത്യാനികളായിരുന്നു ഭൂരിപക്ഷം. ഷാം എന്ന് വെച്ചാൽ സിറിയ, ജോർദാൻ, ഫലസ്തീൻ, ലബനാൻ ഒക്കെ ക്രിസ്ത്യാനികളായിരുന്നു ഭൂരിപക്ഷം. ഈജിപ്ത് ക്രൈസ്തവ രാജ്യമായിരുന്നു. തുർക്കി അന്നത്തെ റോമാ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റലായിരുന്നു. ഈ പ്രദേശങ്ങളിലുള്ളവരൊക്കെ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു, പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. അപ്പൊ ഈ അഹ്ലി കിതാബുകാരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിങ്ങളായവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലോകത്തുള്ള ഇന്നത്തെ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികൾ കൺവെർട്ട് ചെയ്തു വന്നവരാണ്. ജൂതന്മാരിൽ നിന്നും ന്യൂനപക്ഷമാണെങ്കിലും ജൂതന്മാരിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. നബിയുടെ കാലത്തുള്ള അബ്ദുല്ലാഹി ഇബ്നു സലാം ഒരു ഉദാഹരണമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധനായ ലിയോ പോൾ വൈസ് എന്ന പേരിൽ പിന്നെ വലിയ ഗ്രന്ഥകാരനൊക്കെ ആയിരുന്ന ആളാണ്. റോഡ് ടു മക്ക രചിച്ചിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. മുഹമ്മദ് അസദ് എന്ന നാമം സ്വീകരിച്ചു. ഇറാനിൽ വെച്ചാണ് കുറച്ചു മുൻപ് അദ്ദേഹം മരണപ്പെട്ടത്, ഏതാനും ദശകങ്ങൾക്ക് മുൻപ്. അപ്പോൾ ആ അഹ്ലി കിതാബുകാരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത മഹത്തായ പ്രതിഫലമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 വിഭാഗക്കാർക്ക് അല്ലാഹു തആല ഇരട്ടി പ്രതിഫലം നൽകും. ഇരട്ടി പ്രതിഫലം. അതിലൊരു വിഭാഗം ആരാണെന്ന് ചോദിച്ചാൽ അഹ്ലി കിതാബുകാരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവർ.
കാരണം അഹ്ലു കിതാബുകാർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്ത്യാനികളാണെങ്കിൽ ഈസാ നബിയിൽ വിശ്വസിച്ചവരാണ്, ജൂതന്മാരാണെങ്കിൽ മൂസാ നബിയിൽ വിശ്വസിച്ചവർ, അതോടൊപ്പം നബിയിൽ വിശ്വസിക്കുന്നു. അപ്പൊ രണ്ട് പ്രവാചകന്മാരിൽ ഒരു ജീവിതകാലത്ത് തന്നെ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് ഇരട്ടി ഇരട്ടി പ്രതിഫലം അവർക്ക് ഉണ്ട് എന്ന് വിശ്വാസം പറഞ്ഞു. ആ കാര്യമാണ് ഈ ആയത്തിൽ പറയുന്നത്. അഹ്ലു കിതാബുകാരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവർക്കുള്ള പ്രതിഫലം ഇവിടെ ആവർത്തിച്ച് പറയാനുള്ള കാരണം അതാണ്. എന്നാൽ ഖുർആനിൽ വിശ്വസിക്കാതെ, നബിയിൽ വിശ്വസിക്കാതെ ക്രിസ്ത്യാനികൾക്കാവട്ടെ ജൂതന്മാർക്കാവട്ടെ ഒരിക്കലും പാരത്രിക ലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അക്കാര്യം സൂറത്തുൽ മാഇദയുടെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനെ മഹ്ശറിൽ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അല്ലാഹു തആല അതിവേഗം വിചാരണ നടത്തുന്നവനാണ്, വേഗം കണക്ക് നോക്കി പ്രതിഫലം നൽകുന്നവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ ഒരു വാക്കും ഒരക്ഷരവും ഒരു പ്രയോഗവും വെറുതെയല്ല, അതിൻ്റെ പിന്നിൽ വലിയ ഒരു ആശയമുണ്ട്. ഇവിടെ ഇത് പറയാനുള്ള സംഗതി എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഇസ്ലാം സ്വീകരിക്കുന്നവര് ചില മുശ്രിക്കുകളായിരിക്കും, ചില നിരീശ്വരവാദികളായിരിക്കും, യുക്തിവാദികളായിരിക്കും, ക്രിസ്ത്യാനികളുണ്ടാവും, ജൂതന്മാരുണ്ടാകും, ഇങ്ങനെ പലരും ഉണ്ടാകും. ഇവരൊക്കെ തന്നെ ചെയ്യുന്ന കർമ്മങ്ങൾ വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തരുടെയും കർമ്മങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവരെ ആദം നബി അലൈഹി സ്വലാം മുതൽ സുവർണ്ണ കാഹളത്തിൽ ഊതുന്ന കാലം വരെ ഇവിടെ ജീവിച്ച് മരിച്ച എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് അല്ലാഹു തആല വിചാരണ നടത്തുന്നത്. എന്നിട്ടാണ് സ്വർഗ നരകങ്ങൾ നൽകുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ പടച്ചതമ്പുരാനെ കോടാനുകോടി വരുന്ന ആളുകൾ, അതില് അഹ്ലു കിതാബുകാര്, ഈസാ നബിയിൽ വിശ്വസിച്ചവര്, പിന്നെ നബിയിൽ വിശ്വസിച്ചവര്, ഈസാ നബിയിൽ വിശ്വസിച്ചു എന്ന് അവകാശപ്പെടുന്നു പക്ഷെ നബിയിൽ വിശ്വസിക്കാത്തവര്, മൂസാ നബിയിൽ വിശ്വസിക്കുന്ന ജൂതന്മാര്, പിന്നീട് നബിയിൽ വിശ്വസിച്ചവര്, എന്നാൽ പിന്നീട് നബിയിൽ വിശ്വസിക്കാത്തവര്, ഇങ്ങനെ കോടാനുകോടി ആളുകള്, ജനവിഭാഗങ്ങള്, അവരുടെ അമലുകള്, ഇതെല്ലാം കൂടെ കണക്ക് നോക്കി ഇതൊക്കെ മീസാൻ എന്ന തുലാസിൽ തൂക്കി കണക്കാക്കി എല്ലാം കൂടി എങ്ങനെയാണ് പടച്ചതമ്പുരാനെ അവർക്ക് ഇതിന്റെ ഫലങ്ങൾ നൽകുക, ഇങ്ങനെ ഓരോരുത്തരുടെയും അമലുകൾ വരെ ഓരോ സമുദായം വിശ്വസിച്ചത് ഒക്കെ വ്യത്യസ്തമായിരിക്കെ എന്ന ഒരു ചിന്ത ചിലപ്പോൾ നമുക്കുണ്ടാവും. ചിലപ്പോൾ എന്നല്ല, ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ശങ്കകൾ ഉണ്ടാവും. എന്നാൽ എല്ലാ ശങ്കകൾക്കും, എല്ലാ ന്യായമായ സംശയങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഉത്തരം നൽകിയിട്ടുണ്ട്. ഖുർആനിലെ ആയത്തിൽ പറഞ്ഞു, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഈ പരിശുദ്ധ വേദഗ്രന്ഥത്തിൽ നാം ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന് ന്യായമായി ഉണ്ടാകാവുന്ന എന്ത് സംശയങ്ങളുണ്ടോ അതിന് ഖുർആനിൽ ഉത്തരമുണ്ട്. എന്ത് തെറ്റിദ്ധാരണയുണ്ടോ ഖുർആനിൽ അതിന് ദൂരീകരണമുണ്ട്. ഈ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല. അതാണ് ഇവിടെ ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇത് വളരെ സിമ്പിളാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ ഈ ലോകത്തേക്ക് തന്നെ ഒന്ന് വന്നു നോക്കുക. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ എണ്ണമറ്റ സൃഷ്ടികളുണ്ട്. ഭൂലോകം മാത്രം നോക്കിയാൽ മതി, ബാക്കിയാണ് മാറ്റി നിർത്തുക പ്രപഞ്ചമൊക്കെ. ഈ ഭൂലോകത്ത് എണ്ണമറ്റ സൃഷ്ടികളുണ്ട്. അതിന് മനുഷ്യരെ മാത്രം എടുത്താൽ പല മനുഷ്യന്മാർക്കും പല ആവശ്യങ്ങളാണ്. അതും അനുനിമിഷം ഒരു സെക്കൻഡിൽ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഓരോ ആവശ്യങ്ങളുണ്ട്. അവരതൊക്കെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാഹു തആലയോട്. ഇനി മനുഷ്യന്മാർ മാത്രമാണോ? ജീവികൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പ് വലിയ ക്ഷാമമുണ്ടായി, മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ, നമസ്കരിക്കാൻ വേണ്ടി, ഒരുമിച്ച് കൂടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഒരുമിച്ച് കൂടുന്നതിന് മുൻപ് തന്നെ മഴ പെയ്തു. അതിന് വിശദീകരണം നൽകപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽപ്പെട്ട മൃഗങ്ങൾ, ഒരു മൃഗം ദുആ ചെയ്തതാണ്. കാരണം മൃഗങ്ങൾ പോലും ചത്തൊടുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്ക് ഉത്തരം നൽകി മഴ വർഷിപ്പിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ ജന്തു മൃഗാദികൾ പോലും അള്ളാഹുവിന്റെ മുമ്പിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എല്ലാവരുടെയും വിളികൾ, എല്ലാവരുടെയും ദുആകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു, ഒരേ സമയത്ത് ഉത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉത്തരം ചെയ്യുമ്പോൾ എല്ലാവർക്കും എല്ലാ ദുആക്കും ഒരുപോലല്ല.
ചിലത് ആ പറഞ്ഞത് അപ്പടി കൊടുക്കും, അത് ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്, അവിടെ വിശദീകരിക്കുന്നില്ല. ചിലത് അല്ലാഹു തആല പിന്തിച്ചു വെക്കും, കാരണം ആ പിന്തിച്ചു വെക്കുന്നതായിരിക്കും അവർക്ക് ഗുണകരം, അത് അല്ലാഹു തആലക്കാണ് അറിയാം. വേറെ ചിലത് ആ ചോദിക്കുന്നത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും അവർക്ക് നന്മ, കൊടുത്താൽ ദോഷം ഉണ്ടാവും. മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഒരു സഹാബി ധനം ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ നബിയോട് പറഞ്ഞു. 3 വ്യത്യസ്ത ഘട്ടങ്ങളിൽ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തി, കൂട്ടാക്കിയില്ല. അവസാനം ദുആ ചെയ്തു. എന്തുണ്ടായി? ആ സഹാബിയുടെ നാശത്തിന് കാരണമായി തീർന്നു. 5 വക്ത് പള്ളിയിലുണ്ടായിരുന്ന ആളാ, സ്വത്ത് മുതലൊക്കെ വർദ്ധിച്ചപ്പോ പിന്നെ വക്ത് ഇങ്ങനെ കുറഞ്ഞു. പിന്നെ കഴിഞ്ഞ് ജുമായക്കേ ഉള്ളൂ, പിന്നെ ജുമായക്ക് വരാതായി, പിന്നെ സക്കാത്ത് പോലും കൊടുക്കാതായി. അവസാനം ആ സഹാബി പരാജിതനായിപ്പോയി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരുത്സാഹപ്പെടുത്തി. എന്നതുപോലെ എല്ലാ ദുആയും അതുപോലെ അല്ലാഹു തആല കേട്ടുകൊള്ളണമെന്നില്ല. എന്നാൽ മറ്റൊരു ദുആ അല്ലാഹു തആല പിറകേക്ക് വെക്കും, പിന്നെ അത് കേൾക്കും, ആ പറഞ്ഞത് തന്നെ. ഇനി അതുമല്ലെങ്കിൽ അല്ലാഹു തആല അതിന് പാരത്രിക ലോകത്തേക്ക് മാറ്റിവെക്കും. ഇനി വേറെ രൂപം പറഞ്ഞത്, അവനുണ്ടാകാനുള്ള ഏതെങ്കിലും ഒരു ആഫത്ത് അല്ലാഹു തആല ദുആ മുഖേന തട്ടിമാറ്റും. അപ്പൊ എന്തായാലും ദുആ ലഭിക്കും. പക്ഷേ എല്ലാവരുടെയും ദുആ ഒരേ സമയം കേൾക്കുകയും ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ അല്ലാഹു തആല ഉത്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇപ്പൊ ഈ ലോകത്തുള്ള അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നാളെ പാരത്രിക ലോകത്ത് എല്ലാവരുടെയും കണക്ക് നോക്കിയിട്ട്, നബിയിൽ വിശ്വസിച്ച ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്ത്യാനി, ജൂതനാണെങ്കിൽ ജൂതൻ, അവർക്ക് ഇരട്ടി പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യും. ഇതൊന്നും അള്ളാഹുവിന്റെ കണക്കിൽ നിന്ന് വിട്ടുപോകുകയില്ല എന്ന സന്ദേശമാണ് ഇവിടെ. ഇന്നല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു തആല അതിവേഗം കണക്ക് നോക്കി അതിന് പ്രതിഫലം നൽകുന്നവരാണ് എന്ന് പറഞ്ഞത്. ഇനി ഒരു ആയത്തും കൂടെ ഉണ്ട്, അതും കൂടെ വിവരിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശരിക്ക് നൽകേണ്ട വിശദീകരണങ്ങൾ മുഴുവൻ ഇതിനൊന്നും നൽകുന്നില്ല. ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ച ആയത്തുകള് യഥാവിധി തഫ്സീർ ഇബ്നു കസീറൊക്കെ അവലംബിച്ചുകൊണ്ട് വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 10 ക്ലാസ് വേണ്ടി വരും. 10, അതാണ് ഇപ്പൊ ഒന്നിൽ ഒതുക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇസ്ബിറു, നിങ്ങൾ ക്ഷമ അവലംബിക്കുക. നമ്മൾ പറഞ്ഞല്ലോ, ഖവാത്തിൻ ഏറ്റവും കാര്യമാത്ര പ്രസക്തമായതാണ് അല്ലാഹു തആല സൂറത്തിന്റെ അവസാനത്തിൽ ഖവാത്തിം. അതുകൊണ്ടാണ് ഈ ശ്രേഷ്ഠത വരുന്നത്. ഖവാത്തിം സൂറത്തുൽ ബഖറ, ഖവാത്തിം ആലി ഇമ്രാൻ, ഖവാത്തിം ഫുർഖാൻ, ഇതൊക്കെ. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇസ്ബിറു, നിങ്ങൾ ക്ഷമ അവലംബിക്കുകയും. ഇപ്പൊ ഈ സൂറത്തിൽ നൽകിയ കൽപ്പനകളൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ നല്ല സബൂർ ആവശ്യമാണ്, അല്ലെങ്കിൽ കഴിയൂല. അല്ലാഹു തആല കൽപ്പിച്ച കാര്യം ചെയ്യണമെങ്കിൽ തന്നെ സബൂർ വേണ്ടേ? റമദാൻ മാസത്തിൽ നല്ല ചൂട്, കുവൈത്തിലൊക്കെ പിന്നെ ജൂലൈയിലൊക്കെ നോമ്പ് വരുമ്പോൾ 49-50 ഡിഗ്രി ഒക്കെ ചൂടാണ്. അതും ജോലിയുള്ളവരാണെന്നുണ്ടെങ്കിൽ പുറത്തായിരിക്കും. ഈ ഓഫീസ് വൈറ്റ് കോളർ ജോലി ചെയ്യുന്നവർ വളരെ പരിമിതരാണ്. 90-95% പുറത്താ ജോലി ചെയ്യുന്നത്. ഞാനൊക്കെ എയർപോർട്ടിൽ കാക്കക്കിരിക്കാൻ തണലില്ലാത്ത സ്ഥലത്തായിരിക്കും, വിമാനത്തിന് ചുറ്റുമാണ് നമ്മളെ ജോലി. റമദാൻ മാസത്തിൽ നോമ്പങ്ങ് മുഴുവനാക്കണമെങ്കിൽ നല്ല സബൂർ വേണ്ടി വരും. ഇനി നമസ്കാരം നല്ല തണുപ്പ് കാലത്ത്, സുബഹിന്റെ സമയത്താണ് ഏറ്റവും കൂടിയ തണുപ്പ്. 0-ലൊക്കെ പലപ്പോഴും അപ്പോഴാണ് വരിക. ഇനി 0 അല്ലാന്നുണ്ടെങ്കിൽ 10 താഴെ ഉണ്ടാവും ഡിസംബറിൽ, ജനുവരിയിലൊക്കെ. ഉറക്കത്തിന് ഏറ്റവും സുഖമുള്ള സമയമാണ്. അവിടുന്ന് ആ ഉറക്കിൽ നിന്ന് ഇങ്ങ് എഴുന്നേറ്റിട്ട് പൊന്തി വരിക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല സബൂറുള്ളവർക്ക് സാധിക്കുള്ളൂ. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് അവിടെ ചൂടുവെള്ളമൊക്കെ ഉണ്ട്. ഞാനൊക്കെ കുവൈത്തിലുള്ള കാലത്ത് എവിടെ ചൂടുവെള്ളം, ഇറാഖ് ബോർഡറിലായിരുന്നു ആദ്യമൊക്കെ ജോലി ഉണ്ടായിരുന്നത്. നല്ല ഐസ് പോലെയുള്ള വെള്ളം, അതിലൊക്കെയാണ് ഒതുടുക്കേണ്ടത്. ഇപ്പോഴും പാവപ്പെട്ട ആളുകളൊക്കെ ജീവിക്കുന്നിടത്ത് അങ്ങനെയൊക്കെ തന്നെയാണ്, ചുടുവെള്ളം ഒന്നും ഉണ്ടാവില്ല. ഈ ലേബർ ക്യാമ്പുകളിലൊക്കെ ഉണ്ട് ചുടുവെള്ളം. ഈ ലേബേഴ്സൊക്കെ താമസിക്കുന്ന ഇപ്പോഴും ഇപ്പോഴത്തെ കാര്യം പറയും. ആ തണുത്ത വെള്ളത്തിൽ വേണം ഒതുടുക്കാൻ. നല്ല സബൂർ ആവശ്യമാണ്. നമസ്കാരത്തിന്റെ കാര്യം മാത്രമാണ് ഇപ്പൊ ഈ പറഞ്ഞത്, നോമ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാഹു തആല കൽപ്പിച്ച ഏതൊരു കാര്യം ചെയ്യണമെങ്കിൽ സബൂർ ആവശ്യം. മാതാപിതാക്കന്മാരെ അവരുടെ വാർദ്ധക്യകാലത്ത് ശുശ്രൂഷിക്കണമെങ്കിൽ, സേവിക്കണമെങ്കിൽ സബൂർ വേണ്ടേ? ചില ഉമ്മമാരെയൊക്കെ, എൻ്റെ മൂത്ത പെങ്ങള് 83 വയസ്സിൻ്റെ ഇപ്പം അടുത്ത കാലത്താണ് മരിച്ച്, ഒരു 6 മാസമായിട്ടുള്ളൂ. ആ ശയ്യയിൽ കിടന്നിട്ട് ഏതാണ്ട് 1 വർഷത്തോളം അവരുടെ മക്കളും പേരക്കുട്ടികളും അവരെ ശുശ്രൂഷിച്ച കാര്യം ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഊണും ഉറക്കവും ഒഴിച്ചുകൊണ്ട്
രാപ്പകൽ ഭേദമില്ലാതെ. അങ്ങനെ എത്ര മാതാപിതാക്കന്മാരെ സേവിക്കുന്നവരെ കാണാൻ പറ്റും. മാതാപിതാക്കന്മാരെ പ്രത്യേകിച്ച് അവരുടെ വാർദ്ധക്യകാലത്ത് ശുശ്രൂഷിക്കാനും സേവിക്കാനും അവർക്ക് ഗുണം ചെയ്യാനും ഒക്കെ നല്ല സബൂർ വേണ്ടി വരും. ഇനിയിപ്പോൾ ഹജ്ജ് ചെയ്യണമെങ്കിൽ എന്താണ് അവസ്ഥ? എത്ര വലിയ ഡീലക്സ് പാക്കേജ് ആണെങ്കിലും 10 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട് ക്ലോക്ക് ടവറിൽ അക്കോമഡേഷനുള്ള ഡീലക്സ് പാക്കേജ് ആണെങ്കിൽ പോലും ഹജ്ജ് എന്ന കർമ്മം അങ്ങോട്ട് പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല സബൂർ വേണ്ടി വരും. ഇപ്പം പോകാനുള്ളവർ കാണാൻ പോകുന്ന സംഗതിയാണ്. ഹജ്ജ് ചെയ്തവർക്ക് അതറിയാം. ഉംറ ചെയ്തവർക്ക് ഹജ്ജിൻ്റെ ക്ലേശം മനസ്സിലാവില്ല. ഉംറ എന്ന് പറഞ്ഞാൽ മസ്ജിദ് ഹറാമിനകത്ത് തവാഫും സഴിയാണ്. അതിന് വലിയൊരു ക്ലേശമൊന്നുമില്ല. ഏറിയ 3 മണിക്കൂറേ അതിന് വേണ്ടു. പിന്നെ യാത്രക്കുള്ള ക്ലേശം വേറെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. എന്നാൽ ഹജ്ജ് അത് അങ്ങേയറ്റത്തെ ക്ലേശം ആവശ്യമുള്ള കർമ്മമാണ്. പോകുന്നവർ ആ നല്ല യക്കീനോട് കൂടി അതിനുള്ള മാനസികമായ തയ്യാറെടുപ്പോട് കൂടി വേണം പോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല സബൂർ ആവശ്യമാണ്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു, സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമ അവലംബിക്കുക. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ അബ്റാറുകൾക്ക് അല്ലാഹു തആല പറഞ്ഞ ആ ആതിഥ്യമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നേടാൻ സാധിക്കുള്ളൂ. വസ്വാബിറു, ക്ഷമയെ നിങ്ങൾ ക്ഷമയുടെ വിഷയത്തിൽ നിങ്ങൾ മറികടക്കുക. എങ്ങനെ ഈ മറികടക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മൾ അമലുകൾ ചെയ്യുമ്പോഴുള്ള ഇപ്പം ആ ക്ഷമൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പിന്നെ തിന്മകൾക്കെതിരെയുള്ള ക്ഷമ. നമ്മൾ ശരിയച്ച അല്ലാഹു തആല ഹറാമാക്കിയ കാര്യത്തിലേക്ക് നമ്മളിങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. അതെ, അപ്പോൾ അതിനെതിരെ നമ്മൾ ക്ഷമ അവലംബിക്കേണ്ടി വരും. മൂന്നാമത്തേതൊന്ന് ബലാ, നമ്മൾ വിചാരിക്കാത്ത പല പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. രോഗം, അപകടം, വേണ്ടപ്പെട്ടവരുടെ അകാലത്തിലുള്ള മരണം, അതുമാതിരി തന്നെ പ്രകൃതി ദുരന്തങ്ങൾ, ഇങ്ങനെ പലതും അഭിമുഖീകരിക്കേണ്ടി വരും. അവിടെയൊക്കെ ക്ഷമ അവലംബിക്കേണ്ടി വരും. ഓക്കെ, ഇനി വസ്വാബിറു, ക്ഷമയെ മറ്റുള്ളവരെക്കാൾ മറികടക്കുക. മറ്റുള്ളവരെക്കാൾ ക്ഷമയുടെ വിഷയത്തിൽ മറികടക്കുക എന്ന് വെച്ചാൽ, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ സ്വന്തം ജീവിതത്തിൽ സ്വയം അവലംബിക്കാനുള്ള ക്ഷമയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞ വസ്വാബിറു എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹജീവികൾ, നമ്മളെ ബന്ധുമിത്രാദികളാവാം, ഭാര്യയാവാം, പിന്നെ അതുപോലെ തന്നെ സഹപ്രവർത്തകരാകാം, ഇനി അതുമല്ലെങ്കിൽ പ്രതിയോഗികളാവാം. അവരുമായൊക്കെ ഇടപെടുമ്പോൾ അവരുടെ സമീപനങ്ങളിൽ നമുക്ക് അവരെക്കാൾ കൂടുതൽ ക്ഷമ അവലംബിക്കേണ്ടി വരും. ഇപ്പോൾ ആലി ഇമ്രാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിച്ചാണെന്ന് പറഞ്ഞല്ലോ. ശത്രുക്കൾ യുദ്ധത്തിന് വേണ്ടി ഒരുപാട് ക്ഷമ അവലംബിക്കുന്നുണ്ട്. സത്യനിഷേധികളാണെങ്കിൽ പോലും ഒരു യുദ്ധത്തിൽ വെട്ടും കുത്തുമേൽക്കണം, കൊല്ലപ്പെടണം. അതുപോലെ തന്നെ ഒരു പക്ഷേ പിന്നെ ദാഹവും വിശപ്പും ഒക്കെ സഹിക്കേണ്ടി വരും. യുദ്ധമുഖത്ത് നിന്ന് വിചാരിക്കുന്ന മാതിരി ഇതൊന്നും അന്നപാനീയങ്ങൾ ലഭിച്ചു കൊള്ളണമെന്നില്ല. പരിക്കേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കഷ്ടപ്പാട് അതുണ്ട്. അപ്പോൾ ആ രംഗത്തൊക്കെ അവർ ക്ഷമ അവലംബിക്കുന്നുണ്ട്. എന്നാൽ അതിനെ വസ്വാബിറു, അവരെ മറികടക്കുന്ന ക്ഷമയായിരിക്കണം നിങ്ങൾ അവലംബിക്കുന്നത്. ഇത് തന്നെ നമ്മുടെ സഹജീവികൾ, ചിലപ്പോൾ സ്വന്തം ഭാര്യയിൽ നിന്നായിരിക്കും നമുക്ക് പിന്നെ പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ ഭർത്താവിൽ നിന്ന് ഭാര്യക്കായിരിക്കും, കുടുംബാംഗങ്ങളിൽ നിന്നായിരിക്കും, അയൽവാസികളിൽ നിന്നായിരിക്കും, സാമൂഹ്യ ജീവിതത്തിൽ ഒക്കെ അതുണ്ടാവും. അപ്പോഴൊക്കെ അവരുടെ ക്ഷമയെ മറികടക്കുന്ന രൂപത്തിലുള്ള ക്ഷമ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. സ്വാഭാവികം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ വിശദീകരിക്കേണ്ടതാണ്, പക്ഷെ നമുക്ക് സമയമില്ല. ഇനി ഈ റാബിത്തു എന്നതും ഈ പറഞ്ഞ രണ്ടുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇത് തീർത്തും വ്യത്യസ്തമായ ഒരു മേഖലയിലാണ് അവലംബിക്കേണ്ടത് എന്നതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കാം. റിബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദൗത്യ നിർവഹണാർത്ഥം, ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് നിലയുറപ്പിക്കുന്നതിനാണ് റിബാത്ത് എന്ന് പറയുക. ഏറ്റവും ഫിറ്റാകുന്നത് ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി
അതിർത്തിയിൽ ശത്രുക്കളുടെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് ജാഗരൂകരായി നിലകൊള്ളുക. ഇപ്പം അതിർത്തിയിലുള്ള പട്ടാളക്കാരൊക്കെ ആ പട്ടാളക്കാരുമായി ബന്ധപ്പെട്ട വേറെ കുറെ വിഭാഗങ്ങളുണ്ടല്ലോ. കുറെ വിഭാഗങ്ങൾ ഉണ്ടാകുമ്പോൾ പട്ടാളക്കാർ മാത്രമല്ല ഉണ്ടാവുക, അവർക്ക് വേണ്ട ബാക്കപ്പ് കൊടുക്കാനുള്ളവരൊക്കെ ഉണ്ടാവും. ഈ അതിർത്തികളിൽ താമസിക്കുമ്പോഴുള്ള വിഷയം നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോഴുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. താമസത്തിന്റെ വിഷയത്തിലായാലും ഭക്ഷണത്തിനും മറ്റ് സുഖ സൗകര്യങ്ങളൊക്കെ പരിമിതമായ സൗകര്യങ്ങളായിരിക്കും, പലതും അപര്യാപ്തമായിരിക്കും. എന്നിട്ടോ ഒന്ന് സുഖമായിട്ട് എല്ലാം മറന്നൊന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? അതും പറ്റൂല. അർദ്ധരാത്രിയിലായിരിക്കും ഒരു പക്ഷേ ശത്രുവിന്റെ ആക്രമണം ഉണ്ടാവുക. അപ്പൊ ജാഗരൂകരായിക്കൊണ്ട് വേണം അവിടെ നിലകൊള്ളാൻ. തീക്ഷ്ണമായ കാലാവസ്ഥയായിരിക്കും, നല്ല പൊടിക്കാറ്റും നല്ല അതിശൈത്യവും ഒക്കെ ഉണ്ടാവും. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവിടെ കാത്തു കെട്ടിക്കിടക്കുക, അതിനാണ് റിബാത്ത് എന്ന് പറയും. അങ്ങനെ നിങ്ങൾ അങ്ങനെ റിബാത്ത് കൈക്കൊള്ളുകയും. ആ അതിർത്തിയിൽ പട്ടാളക്കാർക്ക് മാത്രം പരിമിതമായ സംഗതിയല്ല റിബാത്ത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നല്ല അതിശൈത്യമുള്ള സമയത്ത് വീട്ടിൽ നിന്ന് wudu എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് ചവിട്ടടികൾ വർദ്ധിപ്പിക്കുന്നതോ, പള്ളി കുറെ ദൂരെയാണ്, നല്ല തണുപ്പുണ്ട്, പക്ഷെ wudu എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് നടന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെ നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട്, ജമാഅത്ത് നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിലയുറപ്പിക്കുന്നു. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ ശേഷം അടുത്ത നമസ്കാരത്തിന് വേണ്ടിയുള്ള മാനസികമായ ഒരുക്കത്തോടു കൂടി നിലയുറപ്പിക്കുന്നു. വദാലിക്കും റിബാത്ത്, അതാകുന്ന റിബാത്ത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കൽപ്പന നടപ്പാക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റത്തെ മാനസികമായ സന്നദ്ധതയോടുകൂടി എന്ത് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടും കാലാവസ്ഥയുടെ പ്രാതികൂല്യങ്ങളെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് നിലയുറപ്പിക്കുന്നതിനും റിബാത്ത് എന്ന് പറയും. അങ്ങനെ വറാബിത്തു, നിങ്ങൾ റിബാത്ത് കൈക്കൊള്ളുന്നവരാകുവീൻ. വത്തഖുല്ലാഹ്, സർവോപരി നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുവീൻ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾക്ക് പരമമായ വിജയം കൈവരിക്കാം. ഇവിടെ 4 കൽപ്പനകളാണ് അല്ലാഹു തആല ഒരു ആയത്തിൽ നൽകിയത്. ഒന്ന് ഇസ്ബിറു വസാബിറു വറാബിത്തു വത്തഖുല്ലാഹ്. ഈ 4 സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ സാധിച്ചാൽ തീർച്ചയായും നമുക്ക് ഈ അല്ലാഹു തആല നൽകിയ ഈ വാഗ്ദാനം ലഭിക്കുകയും നാളെ പാരത്രിക ലോകത്തും ഈഹലോകത്തും വിജയം വരിക്കാനും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.